നമുക്ക് ഈ ശുശ്രൂഷ ആരംഭിക്കാം. നമ്മുടെ ആരാധനയുടെ ആരംഭം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ. ആമേൻ. പ്രാർത്ഥിക്കാം. കരുണയും സ്നേഹവും നിറഞ്ഞ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, കർത്താവേ, നല്ല നിമിഷങ്ങൾക്കായിട്ട് ദൈവമേ ഞങ്ങൾ അങ്ങേക്ക് നന്ദി കരേറ്റുന്നു. ഈ വിശുദ്ധ ദിവസത്തിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് അങ്ങയുടെ ആലയത്തിൽ കടന്നു വരുവാനും കർത്താവെ അങ്ങയെ ആരാധിക്കുവാനും അങ്ങയെ സ്തുതിക്കുവാനും അങ്ങയെ മഹത്വപ്പെടുത്തുവാനും അങ്ങ് ഞങ്ങളെ സഹായിക്കുന്നുവല്ലോ. അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ നൽകിയിരിക്കുന്ന എല്ലാവിധമായിട്ടുള്ള നന്മകളെ ഓർത്ത്, ദൈവികമായിട്ടുള്ള പരിപാലനത്തെ ഓർത്ത്, യഥാർത്ഥമായിട്ട് കർത്താവ് ഞങ്ങളെ തന്നെ പൂർണ്ണമായിട്ട് സമർപ്പിച്ചുകൊണ്ട് അങ്ങയെ ആരാധിപ്പാൻ അങ്ങ് ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. കർത്താവിൻ്റെ ദിവ്യമായ സാന്നിധ്യം ഞങ്ങളോട് കൂടെ ഇരിക്കുമാറണമേ. അങ്ങ് നൽകുന്ന ആശ്വാസ സമാധാനം പ്രാപിപ്പാനായിട്ട് ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. പ്രാർത്ഥന കേൾക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. ദൈവനാമ സ്തുതിക്കും മഹത്വത്തിനുമായി 8ാമത്തെ ഗീതം നമുക്ക് ആലപിക്കാം. ഗീതം 8. യഹോവേ 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 നിന്റെ നാമം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ വിശുദ്ധ ആരാധനയിൽ തിരുവത്താഴ ശുശ്രൂഷയിൽ വിശുദ്ധ പാത്രങ്ങൾ വെക്കുന്ന സ്ഥലത്ത് ഉപയോഗിക്കുന്ന പുതിയ ക്ലോത്തുകൾ ഒരു കുടുംബം നമുക്ക് വേണ്ടി സംഭാവന ചെയ്തിട്ടുണ്ട്. അതിപ്പോൾ പ്രാർത്ഥിച്ച് ദൈവനാമ മഹത്വത്തിന് വേണ്ടിയും ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടിയും വേർതിരിക്കുന്നു.
നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയും സ്നേഹവും നിറഞ്ഞ സ്വർഗീയ പിതാവേ, കർത്താവേ, ഞങ്ങളുടെ ആലയത്തിൽ കാലാകാലങ്ങളായിട്ട് ഞങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ നന്മകളും ആവശ്യങ്ങളും അങ്ങ് ഞങ്ങൾക്ക് നൽകി ഞങ്ങളെ അനുഗ്രഹിക്കുന്നതിനായിട്ട് ദൈവമേ അങ്ങേക്ക് നന്ദി കരേറ്റുന്നു. പ്രത്യേകിച്ച് കർത്താവേ, തിരുവത്താഴ ശുശ്രൂഷയിൽ വിശുദ്ധ വസ്തുക്കൾ ഉപയോഗിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന പാത്രങ്ങളിൽ വയ്ക്കുന്ന ഈ ക്ലോത്തുകളെ കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് അവിടുന്ന് അനുഗ്രഹിച്ച വിശുദ്ധ ആവശ്യത്തിന് വേണ്ടി ഈ വസ്തുക്കളെ അവിടുന്ന് വേർതിരിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ അപേക്ഷിക്കുന്നത് കൃപയോടെ കേൾക്കണമേ. ആമേൻ. ഇപ്പോൾ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഈ തുണികളെ പ്രാർത്ഥിച്ച് വിശുദ്ധ ഉപയോഗത്തിന് വേണ്ടി വേർതിരിക്കുന്നു. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, നിനക്ക് സകല ഹൃദയങ്ങളും തുറന്നിരിക്കുന്നവയും സകലാഗ്രഹങ്ങളും മറയപ്പെട്ടവയും നിന്നിൽ നിന്ന് രഹസ്യങ്ങളൊന്നും മറവില്ലാത്തതുമാകുന്നുവല്ലോ. ഞങ്ങൾ നിന്നെ പൂർണ്ണമായി സ്നേഹിപ്പാനും നിന്റെ പരിശുദ്ധനാമത്തെ യോഗ്യമായി മഹത്വപ്പെടുത്തുവാനും നിന്റെ പരിശുദ്ധനാമത്തിൻ്റെ വിശ്വാസത്താൽ ഞങ്ങളുടെ ഹൃദയങ്ങളിലെ നിലവുകളെ കർത്താവായ യേശുക്രിസ്തു മൂലം വെടിപ്പാക്കണമേ. അത്യുന്നതങ്ങളുടെ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ സമാധാനമുണ്ടാകട്ടെ. കർത്താവായ ദൈവമേ, സ്വർഗീയ രാജാവേ, സർവശക്തന്റെ പിതാവായ ദൈവമേ, ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു, അതിനെ മഹത്വിക്കുന്നു, ഞങ്ങൾ നിന്നെ മഹത്വപ്പെടുത്തുന്നു. നിന്റെ വലിയ ഭക്തത്തിനായി നമുക്ക് സ്തോത്രം ചെയ്യുന്നു. ഏകജാതനായ പുത്രനായ ക്രിസ്തുവായ കർത്താവേ, കർത്താവായ ദൈവമേ, പിതാവിന്റെ പുത്ര, ലോകത്തിന്റെ പാത ചുമക്കുന്നവനെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. പിതാവായ ദൈവത്തോട് മാറ്റിരിക്കുന്നവനെ ഞങ്ങളോട് കരുണയുണ്ടാകണമേ. നീ മാത്രമല്ല പരിശുദ്ധൻ, നീ മാത്രം കർത്താവ്, നീ മാത്രം ക്രിസ്തുവിനോടുകൂടെ. ആമേൻ. നമ്മുടെ കർത്താവ് പറഞ്ഞ പ്രകാരം ന്യായപ്രമാണത്തിൻ്റെയും പ്രവാചകന്മാരുടെയും ചുരുക്കം നമ്മുടെ കർത്താവായ യേശുക്രിസ്തു അരുളി ചെയ്ത് ഇസ്രായേലേ കേൾക്കാം. നമ്മുടെ ദൈവമായ കർത്താവേ കർത്താവാകുന്നു. നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കേണ്ടതാകുന്നു. ഇതാകുന്നു ഒന്നാമത്തെ കൽപ്പന. രണ്ടാമത്തേത് അതിനോട് സമം, അതായത് നിന്റെ കൂട്ടുകാരൻ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണം. ഇവയിൽ വലുതായി വേറൊരു കൽപ്പനയുമില്ല. ഈ രണ്ട് കൽപ്പനകളിൽ സകല ന്യായപ്രമാണവും പ്രവാചകന്മാരും അടങ്ങിയിരിക്കുന്നു. പ്രിയരെ, ദൈവത്തിൻ്റെ ഏറ്റവും പരിശുദ്ധ വചനം കേൾപ്പാനും കർത്താവിൻ്റെ ശരീരരക്തങ്ങളെ കൈക്കൊള്ളുവാനും നാം ഒരുമിച്ച് വന്നിരിക്കുന്നു. അതിനാൽ നമുക്ക് മുട്ടുകുത്തി മൗനമായി നമ്മെ തന്നെ ശോധന ചെയ്ത് വിശ്വാസത്തോടും അനുതാപത്തോടും അവങ്കിലേക്ക് സമീപിക്കുന്നതിന് ദൈവകൃപ അന്വേഷിക്കാം. എല്ലാവർക്കും മുട്ടുകുത്തി അല്പനേരം മൗനമായി നമ്മൾ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നൂറ്റി ഗീതം നമുക്ക് അനുതാപ ഹൃദയത്തോടെ നമുക്ക് ചേർന്ന് പാടാം. ഗീതം 132.
നിങ്ങളുടെ പാപങ്ങളെക്കുറിച്ച് നേരായും താല്പര്യമായും മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ കൂട്ടുകാരോട് പ്രിയവും സ്നേഹവുമായിരുന്നു ദൈവത്തിൻ്റെ കൽപ്പനകളെ അനുസരിച്ചുകൊണ്ടും മേലാൽ അവൻ്റെ വിശുദ്ധ വഴിയിൽ കൂടി നടന്നുകൊണ്ടും പുതിയ ജീവിതം നയിപ്പാൻ നിശ്ചയിച്ചിരിക്കുന്ന നിങ്ങൾ ഇവിടെ കർത്താവായ യേശുക്രിസ്തു മൂലം അവരുടെ പുതിയതായി നിരപ്പാകേണ്ടതിന് സർവശക്തനായ ദൈവത്തോട് താഴ്മയായി ഇവിടെ പാവങ്ങളെ ഏറ്റുപറയുവിൻ. സ്വർഗസ്ഥ പിതാവേ, ഞാൻ നിനക്ക് നിങ്ങളെമായി പാവം ചെയ്തിരിക്കുന്നു എന്ന് ഏറ്റുപറയുന്നു. ഞങ്ങൾ പ്രകാശത്തിലല്ല ഇത്രയും നടന്നിരിക്കുന്നത്. ഞങ്ങൾ കർത്താവിനെ നാമത്തിരിക്കുന്നുവെങ്കിലും ഞങ്ങളെ നീതി വിട്ട് അകന്നിട്ടില്ല. ഞങ്ങളോട് കരുണയുണ്ടാകണമേ. യേശുക്രിസ്തു നിമിത്തം ഞങ്ങൾ സകല പാവങ്ങളോടും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരിശുദ്ധാത്മാവിനായി ഞങ്ങളെ വെടിപ്പാക്കണമേ. ഞങ്ങളുടെ സാക്ഷികളെ വളർത്തണമേ. പ്രാർത്ഥന. സത്യമായി ക്രിസ്തുവിൽ കൂടെ തങ്ങളിലേക്ക് തിരിയുന്ന എല്ലാവരോടുമുള്ള ദൈവത്തിൻ്റെ കൃപാമൊഴി കേൾപ്പിൻ. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരും, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചുപോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ക്രിസ്തുവേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യവുമായ വചനം തന്നെ. ഒരുത്തൻ പാപം ചെയ്തുവെങ്കിലും നീതിമാനായ യേശുക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് പിതാവിൻ്റെ അടുക്കലുണ്ട്. അവൻ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം ആകുന്നു. മനഃപൂർവമായ മാനസാന്തരത്തോടും സത്യവിശ്വാസത്തോടും തങ്ങളിലേക്ക് തിരികെയും തങ്ങളുടെ സഹോദരങ്ങളോട് ക്ഷമിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും പാപമോചനം നൽകുമെന്ന് തൻ്റെ മഹാകരുണയാൽ വാഗ്ദത്തം ചെയ്തിരിക്കുന്ന സ്വർഗസ്ഥ പിതാവായ സർവശക്തിയുള്ള ദൈവം നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നിങ്ങളോട് കരുണയുണ്ടായി നിങ്ങളുടെ സകല പാപങ്ങളെ ക്ഷമിച്ച് അവയിൽ നിന്ന് നിങ്ങളെ വിടുവിച്ച് സകല നന്മയിലും ഉറപ്പിച്ച് ബലപ്പെടുത്തി നിങ്ങളെ നിത്യജീവങ്കലിലേക്ക് പ്രവേശിപ്പിക്കട്ടെ. ആമേൻ. ദൈവമേ, നിനക്ക് സ്തോത്രം. കർത്താവ് നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ, നിങ്ങളുടെ ആത്മാവോട് കൂടെ. ആമേൻ. വേദപാഠഭാഗങ്ങൾ വായിച്ചു കേൾക്കുന്നതിന് മുൻപായി 16-ാം ഗീതത്തിൻ്റെ 1-ാമത്തെയും 2-ാമത്തെയും ചരണങ്ങൾ പാടാം. ഗീതം 16. കള്ളദേവകൾക്ക് തെറ്റി ഉള്ളത്തെ യഹോവേ. Amen.
സഭയ്ക്കിരിക്കാം. തൃത്വത്തിൽ പിന്നെ മൂന്നാം ഞായറാഴ്ച ഇന്ന് വായിക്കുവാനുള്ള വേദഭാഗങ്ങൾ പഴയ നിയമത്തിൽ ആവർത്തന പുസ്തകം 30-ാം അധ്യായം 15 മുതൽ 20 വരെയും, പുതിയ നിയമത്തിൽ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 5-ാം അധ്യായം 34 മുതൽ 42 വരെയുമാകുന്നു. പഴയ നിയമത്തിൽ ആവർത്തന പുസ്തകം 30-ാം അധ്യായം 15 മുതൽ 20 വരെ എഴുതപ്പെട്ടിരിക്കുന്ന ദൈവത്തിൻ്റെ വചനങ്ങളെ കേട്ടുകൊള്ളുവിൻ. ഇതാ, ഞാൻ ഇന്ന് ജീവനും ഗുണവും മരണവും ദോഷവും നിന്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു. എങ്ങനെയെന്നാൽ നീ ജീവിച്ചിരുന്ന് പെരുകുകയും നീ കൈവശമാക്കുവാൻ ചെല്ലുന്ന ദേശത്ത് നിന്റെ ദൈവമായ യഹോവ നിന്നെ അനുഗ്രഹിക്കുകയും ചെയ്യേണ്ടതിന് നിന്റെ ദൈവമായ യഹോവയെ സ്നേഹിപ്പാനും അവൻ്റെ വഴികളിൽ നടപ്പാനും അവൻ്റെ കൽപ്പനകളും ചട്ടങ്ങളും വിധികളും പ്രമാണിപ്പാനും ഞാൻ ഇന്ന് നിന്നോട് ആജ്ഞാപിക്കുന്നു. എന്നാൽ നീ അനുസരിക്കാതെ നിന്റെ ഹൃദയം മറിയുകയും നീ വശീകരിക്കപ്പെട്ട് അന്യദൈവങ്ങളെ നമസ്കരിച്ച് സേവിക്കുകയും ചെയ്താൽ നീ യോർദാൻ കടന്ന് കൈവശമാക്കുവാൻ ചെല്ലുന്ന ദേശത്ത് ദീർഘായുസ്സോടെ ഇരിക്കാതെ നിശ്ചയമായിട്ടും നശിച്ചു പോകും എന്ന് ഞാൻ ഇന്ന് നിങ്ങളെ അറിയിക്കുന്നു. ജീവനും മരണവും അനുഗ്രഹവും ശാപവും നിങ്ങളുടെ മുമ്പിൽ വെച്ചിരിക്കുന്നു എന്നതിന് ഞാൻ ആകാശത്തെയും ഭൂമിയെയും ഇന്ന് സാക്ഷി വയ്ക്കുന്നു. അതുകൊണ്ട് നീയും നിന്റെ സന്തതിയും ജീവിച്ചിരിക്കേണ്ടതിനും യഹോവ നിന്റെ പിതാക്കന്മാരായ അബ്രഹാമിനും ഇസ്ഹാക്കിനും യാക്കോബിനും കൊടുക്കുമെന്ന് സത്യം ചെയ്ത ദേശത്ത് നീ പാർപ്പാൻ തക്കവണ്ണം നിന്റെ ദൈവമായ യഹോവയെ സ്നേഹിക്കുകയും അവൻ്റെ വാക്ക് കേട്ട് അനുസരിക്കുകയും അവനോട് ചേർന്നിരിക്കുകയും ചെയ്യേണ്ടതിനും ജീവനെ തിരഞ്ഞെടുത്തുകൊള്ളുക. അതല്ലോ നിനക്ക് ജീവനും ദീർഘായുസ്സും ആകുന്നു. ഇവിടെ പഴയ നിയമവാനുഭാഗം വായിച്ച് അവസാനിച്ചു. പുതിയ നിയമ വേദപാഠഭാഗം വായിച്ചുകൾക്കുന്നതിന് മുമ്പായി നാം പാടിയ 16-ാം ഗീതത്തിൻ്റെ 3-ാമത്തെ ചരണം പാടാം. 16-ാം ഗീതത്തിൻ്റെ 3-ാമത്തെ ചരണം. മിസ്പയിൽ ജനങ്ങൾ കൂടി ആസ്പദത്തിൽ എന്ന പോൽ എന്നിട്ട് സഭയ്ക്കിരിക്കുക. പുതിയ നിയമത്തിൽ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 5-ാം അധ്യായം 34 മുതൽ 42 വരെ. അപ്പോൾ സർവ്വജനത്തിനും ബഹുമാനമുള്ള ധർമ്മോപദേഷ്ടാവായ ഗമാലിയേൽ എന്നൊരു പരീശൻ ന്യായാധിപ സംഘത്തിൽ എഴുന്നേറ്റ് അവരെ കുറേ നേരം പുറത്താക്കുവാൻ കൽപ്പിച്ചു. പിന്നെ അവൻ അവരോട്, ഇസ്രായേൽ പുരുഷന്മാരെ, ഈ മനുഷ്യരുടെ കാര്യത്തിൽ നിങ്ങൾ എന്ത് ചെയ്യാൻ പോകുന്നു എന്ന് സൂക്ഷിച്ചുകൊള്ളുവിൻ. ഈ നാളുകൾക്ക് മുമ്പേ യുദാസ് എന്നവൻ എഴുന്നേറ്റ് താൻ മഹാൻ എന്ന് നടിച്ച് ഏകദേശം 400 പുരുഷന്മാർ അവനോട് കൂടി ചേർന്ന്, എങ്കിലും അവൻ നശിക്കുകയും അവനെ അനുസരിച്ചവരെല്ലാവരും ചിന്നി ഒന്നുമില്ലാതാകുകയും ചെയ്തു. അവൻ്റെ ശേഷം ഗലീലക്കാരനായ യൂദാ ചാത്തലിൻ്റെ കാലത്ത് എഴുന്നേറ്റു.
ജനത്തെ തൻ്റെ പക്ഷം ചേരുവാൻ വശീകരിച്ചു. അവനും നശിച്ചു, അവനനുസരിച്ചൊക്കെയും ചിതറിപ്പോയി. ആകയാൽ ഈ മനുഷ്യരെ വിട്ടു ഒഴിഞ്ഞുകൊള്ളുവിൻ എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഈ ആലോചനയോ പ്രവൃത്തിയോ മാനുഷമെന്ന് വരികിൽ അത് നശിച്ചു പോകും. ദൈവികമെങ്കിലോ നിങ്ങൾക്കത് നശിപ്പിക്കാൻ കഴിയുകയില്ല. നിങ്ങൾ ദൈവത്തോട് പോരാടുന്നു എന്ന് പറയരുതല്ലോ എന്ന് പറഞ്ഞു. അവർ അവനെ അനുസരിച്ചു. അപ്പോസ്തലന്മാരെ വരുത്തി അടുപ്പിച്ചു. ഇനി യേശുവിൻ്റെ നാമത്തിൽ സംസാരിക്കരുത് എന്ന് കൽപ്പിച്ചു. അവരെ വിട്ടയച്ചു. തിരുനാമത്തിന് വേണ്ടി അപമാനം സഹിപ്പാൻ യോഗ്യരായി എണ്ണപ്പെടുകയാൽ അവർ സന്തോഷിച്ചുകൊണ്ട് ന്യായാധിപ സംഘത്തിൻ്റെ മുൻപിൽ നിന്ന് പുറപ്പെട്ടു പോയി. പിന്നെ അവർ ദിനംപ്രതി ദേവാലയത്തിലും വീടുതോറും വിടാതെ ഉപദേശിക്കുകയും യേശുവിനെ ക്രിസ്തു എന്ന് സുവിശേഷിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. ഇവിടെ വാരഭാഗങ്ങൾ വായിച്ച് അവസാനിച്ചു. പതിനാല് വരെയുള്ള ദൈവത്തിൻ്റെ വചനങ്ങൾ. അനന്തരം യെരൂശലേമിൽ നിന്ന് പരീശന്മാരും ശാസ്ത്രിമാരും യേശുവിൻ്റെ അടുക്കൽ വന്നു. നിന്റെ ശിഷ്യന്മാർ പൂർവന്മാരുടെ സമ്പ്രദായം ലംഘിക്കുന്നത് എന്ത്? അവർ ഭക്ഷിക്കുമ്പോൾ കൈ കഴുകുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. അവൻ അവരോട് ഉത്തരം പറഞ്ഞത്, നിങ്ങളുടെ സമ്പ്രദായം കൊണ്ട് നിങ്ങൾ ദൈവകൽപ്പന ലംഘിക്കുന്നത് എന്ത്? അപ്പനെയും അമ്മയെ ബഹുമാനിക്കുക എന്നും അപ്പനെയോ അമ്മയെയോ ദുഷിക്കുന്നവൻ മരിക്കണമെന്ന് ദൈവം കൽപ്പിച്ചുവല്ലോ. നിങ്ങളോ ഒരുത്തൻ അപ്പനോട് എങ്കിലും അമ്മയോട് എങ്കിലും നിനക്ക് എന്നാൽ ഉപകാരമായി വരേണ്ടത് വഴിപാട് എന്ന് പറഞ്ഞാൽ അവൻ അപ്പനെ ബഹുമാനിക്കേണ്ട എന്ന് പറയുന്നു. ഇങ്ങനെ നിങ്ങളുടെ സമ്പ്രദായത്താൽ നിങ്ങൾ ദൈവവചനത്തെ ദുർബലമാക്കിയിരിക്കുന്നു. കപടഭക്തിക്കാരെ, നിങ്ങളെക്കുറിച്ച് യെശയ്യാവ്, ഈ ജനം മധുരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു, എങ്കിലും അവരുടെ ഹൃദയം എന്നെ വിട്ട് അകന്നിരിക്കുന്നു. മാനുഷ്യകൽപ്പനകളായ ഉപദേശങ്ങളെ അവർ പഠിപ്പിക്കുന്നത് കൊണ്ട് എന്നെ വ്യർത്ഥമായി ഭജിക്കുന്നു എന്നിങ്ങനെ പ്രവചിച്ചത് ഒത്തിരിക്കുന്നു. പിന്നെ അവൻ പുരുഷാരത്തെ അരികെ വിളിച്ച് അവരോട് പറഞ്ഞത് കേട്ട് ഗ്രഹിച്ചുകൊള്ളുവിൻ. മനുഷ്യന് അശുദ്ധി വരുത്തുന്നത് വായ്ക്കകത്ത് ചെല്ലുന്നതല്ല, വായിൽ നിന്ന് പുറപ്പെടുന്നതത്രേ. അത് മനുഷ്യനെ അശുദ്ധമാക്കുന്നു. അപ്പോൾ ശിഷ്യന്മാർ അടുക്കെ വന്ന്, പരീശന്മാർ ഈ വാക്ക് കേട്ട് ഇടറിപ്പോയി എന്ന് അറിയുന്നുവോ എന്ന് ചോദിച്ചു. അതിനവൻ, സ്വർഗസ്നായ എൻ്റെ പിതാവ് നട്ടിട്ടില്ലാത്ത തൈയൊക്കെയും വേരോടെ പറഞ്ഞു പോകും. അവരെ വിടുവിൻ, അവർ കുരുടന്മാരായ വഴികാട്ടികൾ അത്രേ. കുരുടൻ കുരുടനെ വഴി നടത്തിയാൽ ഇരുവരും കുഴിയിൽ വീഴും എന്ന് ഉത്തരം പറഞ്ഞു. ഇവിടെ ഇന്നത്തേക്കുള്ള സുവിശേഷ വേദ പാഠഭാഗം വായിച്ച് അവസാനിച്ചിരിക്കുന്നു. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതിയുണ്ടായിരിക്കട്ടെ. തിരുവചന ധ്യാനത്തിന് നമ്മെ തന്നെ ഒരുക്കുന്നതിനായി 183 ഗീതത്തിൻ്റെ ആദ്യത്തെ 2 ചരണം പാടാം. 183 ഗീതത്തിൻ്റെ 1, 2 ചരണങ്ങൾ. യേശുവിൻ്റെ മോദം നല്ലപ്പോൾ വിനോദം, ദുഃഖേ ആശ്രയം.
നാം ദൈവത്തിൻ്റെ സന്നിധിയിൽ അല്പസമയം മൗനമായി നിന്ന് ദൈവത്തെ വാഴ്ത്തി പരിശുദ്ധാത്മാ മുഖാന്തരം സകല സത്യത്തിലും വഴി നടത്തുവാൻ അപേക്ഷിക്കുക. കരുണയും സ്നേഹവും നിറഞ്ഞ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, കർത്താവെ, വിശുദ്ധ ദിവസത്തെ ഓർത്ത് ദൈവമേ ഞങ്ങൾ അങ്ങേക്ക് നന്ദി കരേറ്റുന്നു. അങ്ങയുടെ ആലയത്തിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് കടന്നു വന്ന് അങ്ങയെ ആരാധിക്കുവാൻ, ആത്മാവിനും സത്യത്തിലും അങ്ങയെ ആരാധിക്കുവാൻ, അങ്ങയുടെ ദിവ്യമായ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ടായിരിക്കാൻ കർത്താവെ ഞങ്ങളെ അവിടുന്ന് സഹായിക്കുന്നുവല്ലോ. കർത്താവെ, അല്പസമയം അങ്ങയുടെ വചനത്തെ ഞങ്ങൾ ധ്യാനിക്കുമ്പോൾ കർത്താവെ, അങ്ങയുടെ വചനത്തിലെ ആഴങ്ങളെ ഗ്രഹിക്കുവാനായിട്ട് കർത്താവെ, അത് ഞങ്ങളുടെ ജീവിതത്തെ ഇടപെടുവാനായിട്ട് കർത്താവ് ഇടയാക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. ഞങ്ങളോട് കൂടെ ഇരിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. എല്ലാവർക്കും ഇരിക്കാം. ഒരു വിശുദ്ധ ദിവസം കൂടി നമുക്ക് ഈ പ്രകാരം ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കാൻ, ദൈവത്തെ ആരാധിപ്പാൻ ദൈവം നമ്മെ സഹായിക്കുന്ന കൃപയോർത്ത് ദൈവത്തിന് നന്ദി കരേറ്റുന്നു. ഇന്ന് നമ്മുടെ ആരാധന നമ്മോട് കൂടെ നമ്മുടെ ഹോസ്പിറ്റലിൽ പുതിയതായിട്ട് ചാപ്ലെയിനായിട്ട് ചാർജ് എടുത്തിരിക്കുന്ന റവറൻഡ് ഡീക്കൻ യേശുദാസ് എസ് അച്ഛൻ നമ്മുടെ ഇന്നത്തെ ആരാധനയിൽ നമ്മോട് കൂടെ ആയിരിക്കുന്നു. 2023 അദ്ദേഹത്തിനൊരു ആക്സിഡൻ്റ് ഉണ്ടായി. ആ അപകടത്തെ തുടർന്ന് കാലിന് സാരമായിട്ടുള്ള പരിക്കേൽക്കുകയും ആ ഒരു പ്രയാസത്തിൽ നിന്ന് അദ്ദേഹം സൗഖ്യം പ്രാപിച്ചുകൊണ്ട് വരികയാണ്. ഞാൻ 2021 മുതൽ FFRRCയിൽ പഠിക്കുന്ന സമയത്ത് പല സമയത്തും സെൻറ്റ് മേരീസ് സഭയിൽ ആരാധനയ്ക്ക് പോകും. അതിൻ്റെ ഔട്ട് സ്റ്റേഷനായിട്ടുള്ള നൂറാന്തോട് സഭയിലായിരുന്നു അന്ന് അച്ഛൻ ഉണ്ടായിരുന്നത്. അവിടെ തിരുവത്താഴം കൊടുക്കാനായിട്ട് പലപ്പോഴും ആ സഭയിൽ പോവുകയും ശുശ്രൂഷയിൽ പങ്കെടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ അച്ഛനുമായിട്ട് വളരെ ഒരു നല്ല ബന്ധം ആ കാലത്തുണ്ടായിരുന്നു. ഇപ്പോഴച്ഛന് നമ്മുടെ ഹോസ്പിറ്റലിലാണ് ചാപ്ലെയിനായിട്ട് ശുശ്രൂഷ ചെയ്യുന്നു. അതോടുകൂടി അച്ഛൻ്റെ ട്രീറ്റ്മെൻറ്റും ഇതോടുകൂടി നടക്കുന്നു. അച്ഛനെ ഈ ഒരു ആരാധനയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അച്ഛനും കൊച്ചമ്മയും ഈ ആരാധന വന്നിട്ടുണ്ട്. രണ്ടുപേരെയും വളരെ സ്നേഹത്തോടു കൂടി ഈ ഒരു ആരാധനയിലേക്ക്, കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ നമ്മുടെ വേദപാഠഭാഗങ്ങൾ വായിക്കുന്ന സമയത്ത് എന്താണ് ദൈവവിശ്വാസം, ദൈവഭക്തി, ആത്മീയത എന്നതിനെക്കുറിച്ച് പരാമർശിക്കുന്ന ഭാഗങ്ങളാണ് ഇന്ന് നമ്മൾ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും നമ്മൾ കാണുന്നത്. പൊതുവിൽ ഇന്ന് ആത്മീയത ഒരു വെറും പ്രഹസനമായിട്ടും പ്രകടനമായിട്ടും മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ഇന്ന് ജീവിക്കുന്നത്. ആത്മീയതയുടെ അല്ലെങ്കിൽ നമ്മുടെ സ്പിരിച്വാലിറ്റിയുടെ ഒരു പ്രതിഫലനം എന്തായിരിക്കണം എന്നത് വളരെ ആഴത്തിൽ നമ്മൾ അല്ലെങ്കിൽ പഠിക്കേണ്ടതായിട്ടുണ്ട്. ഒന്നാമതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ദൈവത്തോടുള്ള സ്നേഹത്തിൻ്റെ പ്രതിഫലനമായിരിക്കണം നമ്മുടെ ആത്മീയത. നമ്മളിന്ന് പഴയ നിയമം നമ്മൾ വായിച്ചു കേൾക്കുകയുണ്ടായി. ആവർത്തന പുസ്തകം 15:1 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ മോശെ ഇസ്രായേൽ ജനത്തോട് പറയുന്ന കാര്യമെന്ന് പറയുന്നത്, അത് അടിവരയിട്ട് പറയുന്ന കാര്യമെന്ന് പറയുന്നത്, ദൈവത്തെ സ്നേഹിക്കുക, യഹോവയെ സ്നേഹിക്കുക, യഹോവയുടെ വാക്ക് കേട്ട് അനുസരിക്കുക, അവനോട് ചേർന്നിരിക്കുക. ഇതൊരു സെലക്ഷനാണ്, ഒരു ചൂസാണ്. നമ്മുടെ ജീവിതത്തിൽ 2 വഴികളാണ് അവിടെ പറയുന്നത്. ഒന്ന് നാശത്തിൻ്റെയും ഒന്ന് നന്മയുടെയും, ഒന്ന് ശാപം, ഒന്ന് അനുഗ്രഹം. ഇത് രണ്ടും നിന്റെ മുമ്പിൽ വെച്ചിരിക്കുകയാണ്. ഇതേതാണ് വേണ്ടത് എന്ന് മോശ ഇസ്രായേൽ ജനത്തോട് ചോദിക്കുകയാണ്. ഇപ്പോൾ ഈ മോശ വാർദ്ധക്യത്തിലാണോ, വൃദ്ധനായി കഴിഞ്ഞു, അവൻ്റെ മരണത്തിന് തൊട്ട് മുമ്പുള്ള സമയത്താണ് മോശ ഇസ്രായേൽ ജനത്തോട് ഈ കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ ഈ അടിവരയിട്ട് പറയുന്ന കാര്യം ദൈവത്തെ സ്നേഹിക്കുക, അവൻ്റെ വാക്ക് കേട്ട് അനുസരിക്കുക, അവനോട് ചേർന്നിരിക്കുക. നമ്മൾ ഈ സ്നേഹം എന്ന് പറയുമ്പോൾ
പ്രത്യേകിച്ച് ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ ആത്മീയ തലത്തിൽ മോശ നമ്മെ പഠിപ്പിക്കുന്ന കാര്യം സ്നേഹത്തിൻ്റെ ബന്ധത്തിലാണ് നമ്മുടെ ക്രിസ്തീയ വിശ്വാസത്തിലെ ആത്മീയത, അതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. നാം ദൈവത്തെ സ്നേഹിക്കുന്നു, ദൈവത്തെ മാത്രമാണ് നമ്മൾ സ്നേഹിക്കുന്നത്. അപ്പോൾ ദൈവവുമായിട്ടുള്ളൊരു ആത്മാർത്ഥമായ സ്നേഹബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മിൽ നിന്നും ഉയരുന്ന ഒന്നായിരിക്കണം നമ്മുടെ ആത്മീയത എന്ന് പറയുന്നത്. നമുക്കറിയാം, യഥാർത്ഥ സ്നേഹം എന്ന് പറയുമ്പോൾ ആ സ്നേഹം യഥാർത്ഥമായിട്ടുള്ളിടത്ത് ഒരിക്കലും സ്വാർത്ഥതയുണ്ടാകില്ല. എനിക്ക് എൻ്റേത് മാത്രം, ഞാൻ എന്നൊക്കെ പറയുന്ന സ്വാർത്ഥത ആ സ്നേഹബന്ധത്തിൻ്റെ ഇടയിൽ ഒരിക്കലും ഉണ്ടാകില്ല. എപ്പോഴും സ്നേഹമുള്ളിടത്ത് നമ്മൾ എന്ന രീതിയിലുള്ള ചിന്തകളാണ് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാകുക. അപ്പോൾ സ്വാർത്ഥതയില്ലാത്ത സ്നേഹമായിരിക്കണം ദൈവവുമായിട്ട്. ഞാൻ എൻ്റേത്, എനിക്ക് എന്നുള്ള സ്വാർത്ഥതയില്ലാതെ ദൈവത്തെ സ്നേഹിക്കുന്ന അനുഭവം. സ്നേഹമുള്ളിടത്ത് കാപഢ്യമുണ്ടാകില്ല, കപടതയുണ്ടാകില്ല, കളങ്കമുണ്ടാകില്ല, കള്ളമുണ്ടാകില്ല. അപ്പോൾ ഈ സ്നേഹം യഥാർത്ഥമായിട്ടുള്ളിടത്ത് എപ്പോഴും സത്യം സംസാരിക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അവിടെ ഒരിക്കലും തന്നെ കള്ളം പറയേണ്ട, ഒന്നും മറച്ചു വെക്കേണ്ട ആവശ്യം ഒരിക്കലും തന്നെ വരുന്നില്ല. കാരണം പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് പോലെ സ്നേഹം എല്ലാറ്റിനെയും അതിജീവിക്കുന്നതാണ്. അപ്പോൾ അവിടെ സത്യമായിട്ട് തുറന്നു പറയുവാനും സത്യമായിട്ട് കാണിക്കുവാനും ഒക്കെ സാധ്യമാകുന്നതാണ് സ്നേഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ വിശ്വാസം കൊണ്ടുപോകുന്ന സമയത്ത്. പിന്നെ മറ്റൊന്നെന്ന് പറയുന്നത്, സ്നേഹമുള്ളിടത്ത് എന്തുണ്ടാവില്ല? ഭയമുണ്ടാകില്ല. നമുക്ക് ആരെയും ഭയക്കേണ്ടതായിട്ട് വരില്ല. അവിടെ സ്നേഹം നിറഞ്ഞു നിൽക്കുന്ന സമയത്ത് ധൈര്യമുണ്ടാകും, സമാധാനമുണ്ടാകും. അതുപോലെ തന്നെ ധൈര്യത്തോടെ ഭയമില്ലാതെ ആയിരിക്കാനായിട്ട് സാധിക്കും. സ്നേഹമുള്ളിടത്ത് ശാന്തിയും സമാധാനവും ഉണ്ടാകും. അവിടെ സംഘർഷത്തിൻ്റെ ഒരു സാധ്യതയുമില്ല. ഇനി പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും ഉള്ള സാഹചര്യങ്ങളാണെങ്കിൽ പോലും അവിടെ ശാന്തിയും സമാധാനവും അനുഭവിക്കുവാനായിട്ട് സാധിക്കും. വലിയ പണമുണ്ട്, ഒരുപാട് സമ്പത്തുണ്ട്, ഒരുപാട് നമുക്ക് എല്ലാവിധമായിട്ടുള്ള സ്ഥാനമാനങ്ങളും എല്ലാം ഉണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് അവിടെ സന്തോഷവും സമാധാനവും ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല. എന്നാൽ സ്നേഹമുള്ളിടത്ത്, അത് ദാരിദ്ര്യത്തിൻ്റെ മധ്യത്തിലായാലും അല്ലെങ്കിൽ എന്ത് തന്നെ പരിമിതിയുടെ മധ്യത്തിലാണെങ്കിലും സ്നേഹമുള്ളിടത്ത് സമാധാനം ഉൾക്കൊള്ളുവാനായിട്ട്, സമാധാനം നമുക്ക് അനുഭവിക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ സ്നേഹത്തിൻ്റെ ബന്ധത്തിൽ ദൈവവുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് മോശ പറയുന്ന സമയത്ത് അതൊരു ആഴമായിട്ടുള്ള ബന്ധമായിട്ടാണ് മോശ പറയുന്നത്. നമ്മുടെ ദൈവവുമായിട്ടുള്ള ആത്മീയ ബന്ധം എന്ന് പറയുന്നത് വളരെ ആഴമായിട്ടുള്ള ബന്ധമാണ്. അത് വളരെ വ്യക്തിപരമായിട്ടുള്ള ബന്ധമാണ്. കുറച്ചും കൂടി നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ, കടന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഹൃദയംഗമായ, ഹൃദയങ്ങൾ തമ്മിൽ സംസാരിക്കുന്ന ബന്ധമാണ്. യാതൊരു തരത്തിലുള്ള കാപഢ്യമില്ലാത്ത, കലർപ്പില്ലാത്ത ഒരു ദൈവവുമായിട്ടുള്ള ആഴമേറുള്ള ബന്ധത്തെക്കുറിച്ചാണ് മോശെ നമ്മൾ പഴയ നിയമത്തിൽ നമ്മെ പഠിപ്പിക്കുന്നത്. ഇപ്പം ദൈവത്തിൻ്റെ ഹൃദയത്തെ തൊട്ടറിയുന്ന ഒരു ആത്മീയതയായിരിക്കണം നമ്മുടേത്. അതിൽ മോശ പറയുന്നുണ്ട്, ദൈവത്തെ സ്നേഹിക്കുക, ദൈവത്തിൻ്റെ വാക്ക് അനുസരിക്കുക, പിന്നെ അവനോട് പറ്റിച്ചേർന്നിരിക്കുക എന്ന് മോശ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ പറ്റിച്ചേർന്നിരിക്കുക എന്ന് പറയുമ്പോൾ എപ്പോഴും ദൈവത്തോട് കൂടെ ആയിരിക്കുക, ദൈവത്തോട് കൂടെ വസിക്കുക, ദൈവത്തിൻ്റെ ആത്മാവിനെ തൊട്ടറിഞ്ഞുകൊണ്ട് ജീവിക്കുക എന്നൊക്കെ പറയുന്ന ഒരു അനുഭവത്തിൽ ആയിരിക്കണം നമ്മുടെ ആത്മീയത. അതാണ് നമ്മുടെ ആത്മീയത എന്ന് പറയുന്നത്. നമ്മൾ വായിച്ച് കേൾക്കും, നമ്മുടെ എല്ലാ തിരുവത്താഴ ആരാധനയിലും ആ വാക്യം നമ്മൾ വായിക്കാറുണ്ട്. യേശു പറഞ്ഞത്, നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കേണ്ടതാകുന്നു. അപ്പോൾ ദൈവത്തെ സ്നേഹിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കൽപ്പന. രണ്ടാമത്തേത്, അതായത് നിൻ്റെ കൂട്ടുകാരൻ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം. ഈ രണ്ട് കൽപ്പനകളിൽ സകല ന്യായപ്രമാണവും പ്രവാചകന്മാരും അടങ്ങിയിരിക്കുന്നു. നമ്മുടെ പഴയ നിയമത്തിലെ ന്യായപ്രമാണത്തിൻ്റെ എല്ലാ നിയമങ്ങളുടെയും
എല്ലാ പ്രവചനങ്ങളുടെയും സത്ത എന്ന് പറയുന്നത് ദൈവത്തെ സ്നേഹിക്കുക എന്നതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതാണ് നമ്മുടെ ആത്മീയതയുടെ അന്തസത്ത, കോർ എന്ന് പറയുന്നത് അതായിരിക്കണം. അപ്പം നമ്മുടെ ആത്മീയത എങ്ങനെയാണ്? ഈ ദൈവത്തെ യഥാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന, ദൈവവുമായിട്ട് ഹൃദയംഗമായിട്ടുള്ള ബന്ധമുള്ള, ദൈവവുമായിട്ട് യാതൊരു കലർപ്പുമില്ലാത്ത ബന്ധമുള്ള, യാതൊരു കാപട്യമില്ലാത്ത ഒരു ആത്മീയതയുള്ള, അത്തരത്തിലുള്ള ഒരു ആത്മീയതയാണോ നമ്മുടെ ആത്മീയത എന്ന് നമ്മൾ ഒന്ന് പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ പലപ്പോഴും നമ്മുടെ ആത്മീയതയിൽ നമ്മുടേതായിട്ടുള്ള രീതിയിൽ നമ്മുടെ ആത്മീയത അതിനെ വ്യാഖ്യാനിക്കാറുള്ളവരാണ്. നമ്മളെപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട്, പള്ളിയിൽ പോകുന്നുണ്ട്, ഉപവാസം ചെയ്യാറുണ്ട്, ദൈവത്തിൻ്റെ പല കാര്യങ്ങൾ ചെയ്യാറുണ്ട്. ഇതെല്ലാം നമ്മൾ ചെയ്യാറുണ്ട്. അതിലൊക്കെ നമ്മുടെ ഒരു സംതൃപ്തിയാണ് കണ്ടെത്താറുള്ളത്. പല കാര്യങ്ങളും നമ്മൾ ചെയ്ത സമയത്ത് പല കാര്യങ്ങളും പല രീതിയിലാണ് നമ്മൾ ചെയ്യാറുള്ളത്. ചില ആളുകളുണ്ട്, ഞാൻ പള്ളിക്കൊന്നും കൊടുക്കൂല, ഞാൻ മറ്റുള്ള ആളുകൾക്ക് ദാനധർമ്മം ചെയ്യും, അങ്ങനെ പറയാറുണ്ട്. അങ്ങനെ പറയുമ്പോൾ അവരെ ഒരു തൃപ്തിയാണ് കണ്ടെത്തുന്നത്. ഞാൻ അത് ചെയ്യുന്നതിലൂടെ എനിക്കെന്തുണ്ട്, ഒരു ദൈവാനുഗ്രഹമുണ്ട്, ഒരു ദൈവത്തെ ഞാൻ സ്നേഹിക്കുന്നു, അല്ലെങ്കിൽ ദൈവത്തിലുള്ള എൻ്റെ വിശ്വാസമുണ്ട് എന്നൊക്കെയുള്ള നമ്മുടേതായിട്ടുള്ള ഒരു തൃപ്തിയിലേക്ക് നമ്മൾ വരിക. നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾക്കും നമ്മുടെ തൃപ്തിയാണ് നമ്മുടെ പ്രാധാന്യം. നമ്മുടെ തൃപ്തിക്കനുസരിച്ചാണ് നമ്മൾ ചെയ്യാറുള്ളത്. അപ്പോൾ നമ്മൾ പലപ്പോഴും അത്തരത്തിൽ നമ്മുടെ തൃപ്തിക്ക് വേണ്ടിയിട്ടാണ് പല കാര്യങ്ങൾ ചെയ്യാറുള്ളത്. എന്നാൽ ദൈവം നമ്മുടെ ആത്മീയതയിൽ നിന്നും ആഗ്രഹിക്കുന്നത് എന്താ? മോശെ പറഞ്ഞതുപോലെ ദൈവത്തെ യഥാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന, കാപട്യമില്ലാത്ത, കള്ളമില്ലാത്ത, യാതൊരു തരത്തിലുമുള്ള അത്തരത്തിലുള്ള പ്രഹസനങ്ങളല്ലാത്ത, യഥാർത്ഥമായിട്ടുള്ള ദൈവത്തെ ആരാധിക്കുന്ന, സ്നേഹിക്കുന്ന ഒരു അനുഭവമായിരിക്കണം നമ്മുടെ ആത്മീയത എന്ന് പറയുന്നത്. അതുകൊണ്ട് മാനുഷികമായിട്ടുള്ള നിലവാരത്തിലുള്ള നമ്മുടെ ദൈവത്തെ തൃപ്തിപ്പെടുത്തുന്ന, ദൈവത്തിന് ഏതെങ്കിലും രീതിയിൽ പ്രസാദിപ്പിക്കുന്ന ഒരു ആത്മീയതയല്ല ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന യഥാർത്ഥമായ ദൈവത്തിനോടുള്ള സ്നേഹത്തിൽ നിന്നും ഉടലെടുക്കുന്ന ഒരു ആത്മീയത. ആ ഒരു ആത്മീയത വരുന്ന സമയത്ത് നമ്മൾ ദൈവത്തെ യഥാർത്ഥമായിട്ട് സ്നേഹിക്കുന്നവരായിരിക്കും, ദൈവത്തിൻ്റെ ഇഷ്ടത്തെ യഥാർത്ഥമായിട്ട് അനുസരിക്കുന്നവരായിരിക്കും. മാത്രമല്ല ദൈവത്തിന് വേണ്ടി ദൈവത്തെ യഥാർത്ഥമായിട്ട് സ്നേഹിക്കുകയും അനുസരിക്കുകയും അവൻ്റെ വാക്കുകൾ കേൾക്കുകയും ചെയ്യുന്ന അനുഭവമായിരിക്കും നമ്മുടെ ജീവിതത്തിലുണ്ടാകുക. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു ആത്മീയതയെ ഉൾക്കൊള്ളുവാനായിട്ട് നമുക്ക് സാധിക്കണം. യേശു എന്താണ് ചെയ്യുന്നത്? ഈ ഒരു ആത്മീയതയെ, ഈ കാപട്യത്തെ ചോദ്യം ചെയ്യുകയാണ് യേശു ചെയ്യുന്നത്. നമ്മൾ പുതിയ നിയമ സുവിശേഷ വേദ പാഠഭാഗം വായിച്ച് കേൾക്കുന്ന സമയത്ത് അവിടെ പരീശന്മാരും ശാസ്ത്രിമാരും യേശുവിൻ്റെ അടുക്കിലേക്ക് വരുന്നു. അവർ വന്നുകൊണ്ട് യേശുവിനോട് ചോദിക്കുകയാണ്, എന്താണ് നിൻ്റെ ശിഷ്യന്മാർ ചെയ്യുന്നത്? അവർ പൂർവന്മാരുടെ സമ്പ്രദായം അനുസരിക്കാതെ, കൈ കഴുകാതെ അവർ ഭക്ഷണം കഴിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് യേശുവിനെ വിമർശിക്കുന്ന ഒരു കൂട്ടം ആളുകളെ, അതായത് റബ്ബിമാർ, ശാസ്ത്രിമാർ, പരീശന്മാർ, ഇങ്ങനെ വരുന്ന ഒരു കൂട്ടത്തെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. യേശുവിൻ്റെ കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള ഒരുപാട് ഗ്രൂപ്പുകൾ യഹൂദ സമൂഹത്തിലുണ്ടായിരുന്നു. റബ്ബിമാർ, ശാസ്ത്രിമാർ, അതുപോലെ സദൂക്യർ, പരീശന്മാർ എന്നൊക്കെ പറയുന്ന ഗണത്തിൽപ്പെടുന്ന ആളുകൾ അന്ന് യേശുവിൻ്റെ കാലഘട്ടത്തിൽ യഹൂദന്മാരുടെ ഇടയിലുണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെയും അവരുടേതായിട്ടുള്ള രീതിയിൽ, പ്രത്യേകിച്ച് ഈ ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിന് വളരെ പ്രാധാന്യം നൽകുന്ന ആളുകളായിരുന്നു. റബ്ബിമാരെന്ന് പറയുന്നത് ഈ ന്യായപ്രമാണത്തെ പഠിപ്പിക്കുന്ന, മാത്രമല്ല അതിനെ ഇൻ്റർപ്രറ്റ് ചെയ്യുന്ന, വ്യാഖ്യാനിക്കുന്ന ഒരു ഗ്രൂപ്പായിരുന്നു റബ്ബിമാർ. ശാസ്ത്രിമാരെന്ന് പറയുന്നത് എഴുത്തുകാരാണ്, സ്ക്രൈബ്സ് എന്ന് പറയുന്നത്. ഈ ന്യായപ്രമാണം അതുപോലുള്ള കാര്യങ്ങളൊക്കെയും എഴുതുകയും അത് എക്സ്പ്ലെയിൻ ചെയ്യുകയും അതിനെ വിശദീകരിക്കുകയും ചെയ്യുന്ന ആളുകളാണ്. പരീശന്മാരെന്ന് പറയുന്നത് കുറച്ചും കൂടി തീവ്രത കൂടിയ വിശ്വാസികളാണ്. അവർ ഈ ന്യായപ്രമാണത്തിൻ്റെ എല്ലാം
പ്രായോഗിക തലത്തിലേക്ക് എത്തിക്കണം എന്ന് വാദിക്കുന്ന അങ്ങനെയുള്ള വളരെ തീവ്ര നിലപാടുള്ള ആളുകളാണ് ശാസ്ത്രിമാരെന്ന് പറയുന്നത്. അപ്പോൾ ഈ എല്ലാ ന്യായപ്രമാണവും അതുപോലെ അനുഷ്ഠിക്കപ്പെടണം, അത് പരിപാലിക്കപ്പെടണം എന്ന് വിശ്വസിക്കുന്ന, അതിനുവേണ്ടി നിലനിൽക്കുന്ന ആളുകളാണ് അവർ. സദൂക്യരെന്ന് പറയുന്ന വേറൊരു വിഭാഗമുണ്ട്. അതൊരു ഒരു ഭരണതലവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഗ്രൂപ്പാണ്. അവർക്കും പ്രത്യേക വിശ്വാസങ്ങളും മരണത്തിലും അതുപോലെ തന്നെ മരണാനന്തര ജീവിതത്തിൽ വിശ്വാസമില്ലാത്തവരായിരുന്നു സദൂക്യർ എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇങ്ങനെ അന്നത്തെ ആചാരാനുഷ്ഠാനങ്ങളെ അതുപോലെ തന്നെ പരിപാലിക്കണം എന്ന് വിശ്വസിക്കുന്ന റബിമാരും ശാസ്ത്രിമാരും പരീശന്മാരും സദൂക്യരും ഒക്കെ യേശുവിനെ എപ്പോഴും വിമർശിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അവരൊക്കെ കൂടുതലായിട്ട് പ്രാധാന്യം നൽകുന്നത് എന്താണ്? ഈ ന്യായപ്രമാണത്തിൻ്റെ ആചാരാനുഷ്ഠാനങ്ങളെ അതിന് കൂടുതൽ പ്രാധാന്യം നൽകുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അതിന് പ്രാധാന്യം നൽകുന്ന ഈ ആചാര അനുഷ്ഠാനങ്ങൾ, പുറമേയുള്ള ആചാര അനുഷ്ഠാനങ്ങളിൽ മാത്രം പ്രാധാന്യം നൽകുന്ന ഒരു കൂട്ടരെയാണ് നമുക്കിവിടെ കാണുന്നത്. അവരാണ് യേശുവിനോട് വന്ന് ചോദിക്കുന്നത്, നിൻ്റെ ശിഷ്യന്മാർ ഇത്തരത്തിൽ ദൈവത്തിൻ്റെ കൽപ്പനകളെ ലംഘിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് യേശുവിനെ വിമർശിക്കുകയാണ് ചെയ്യുന്നത്. യേശു അവിടെ പറയുന്നത്, യേശു അവരോട് ചോദിക്കുകയാണ്, നിങ്ങളുടെ ഈ ന്യായപ്രമാണം കൊണ്ട് നിങ്ങൾ ഈ സമൂഹത്തിൽ ചെയ്യുന്ന എന്താണ് നിങ്ങൾ ചെയ്യുന്നത്? ഈ സമൂഹത്തിൽ നിങ്ങൾ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്ന് യേശു അവരോട് ചോദിക്കുകയാണ്. നിങ്ങൾ ഈ ദൈവത്തിൻ്റെ ആ ഹൃദയത്തെ യഥാർത്ഥമായിട്ട് മനസ്സിലാക്കാതെ അതിൽ നിന്നും തെറ്റിപ്പോകുന്നവരായിട്ട് തീരുന്നു എന്നതാണ് യേശു അവരോട് പറയുന്ന കാര്യം. ഇവിടെ ഖുർബാൻ എന്ന് പറയുന്ന ഒരു വഴിപാടിനെക്കുറിച്ചാണ് യേശു മത്തായി സുവിശേഷം 15-ാം അധ്യായത്തിൽ പരാമർശിക്കുന്നത്. ഈ ഖുർബാൻ എന്ന് പറയുന്ന ഈ ഒരു വഴിപാട് അത് അർപ്പിച്ചു കഴിഞ്ഞാൽ മാതാപിതാക്കൾക്ക് നൽകേണ്ട ഉത്തരവാദിത്തം, അവർക്ക് നൽകേണ്ട കരുതലും സ്നേഹവും ഒക്കെ അത് ചെയ്യേണ്ട കാര്യമില്ല. മാതാപിതാക്കൾക്ക് ചെയ്യേണ്ട ഉത്തരവാദിത്തം ഇനി ചെയ്യേണ്ടതില്ല എന്ന ഒരു നിലപാടിലേക്ക് പോകാം, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാം. കാരണം ഖുർബാൻ എന്ന് പറയുന്ന വഴിപാട് ഇവിടെ അർപ്പിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇത്തരത്തിൽ ഈ ഒരു നിയമം, ഈ ഒരു പ്രാക്ടീസ് അന്നത്തെ സമൂഹത്തിൽ എന്താണ് ഉണ്ടാക്കിയ പ്രശ്നം എന്ന് പറയുന്നത്? അന്നത്തെ സമൂഹത്തിൽ വാർദ്ധക്യത്തിലുള്ള നമുക്കറിയാം, വാർദ്ധക്യം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രയാസം നിറഞ്ഞ ഒരു ശാരീരികമായിട്ടുള്ള ഒരു അവസ്ഥയാണ്. നമുക്ക് യൗവനത്തിൽ സാമ്പത്തികമായ നഷ്ടം വന്നാലോ രോഗം വന്നാലോ മറ്റ് പ്രയാസങ്ങൾ വന്നാലോ നമ്മുടെ യൗവനം അതിനെ കോമ്പൻസേറ്റ് ചെയ്യും. നമ്മുടെ ആരോഗ്യം അതിനെ വീണ്ടെടുക്കുവാനായിട്ടും നമ്മുടെ നഷ്ടപ്പെട്ടു പോയ എന്തിനേയും വീണ്ടെടുക്കുവാനായിട്ട് നമ്മുടെ ആരോഗ്യം കൊണ്ട് സാധിക്കും. എന്നാൽ നമ്മുടെ വാർദ്ധക്യത്തിലേക്ക് എത്തുമ്പോൾ പലപ്പോഴും നമ്മുടെ പല ആളുകളെയും നമുക്ക് കാണാനായിട്ട് സാധിക്കും, ഒരുപാട് പണം ഉണ്ടായിട്ട് പോലും യഥാർത്ഥമായ സ്നേഹത്തെയും യഥാർത്ഥമായ കരുതലിനെയും അനുഭവിക്കാനായിട്ട് കഴിയാത്ത ആളുകളെ പലപ്പോഴും നമുക്ക് ജീവിതത്തിൽ കണ്ടുമുട്ടാനായിട്ട് സാധിക്കും. അപ്പോൾ വാർദ്ധക്യം എന്ന് പറയുന്നത് അത്തരത്തിൽ ഒരു സ്നേഹവും പരിപാലനവും അതുപോലെ തന്നെ പരിഗണനയും ഒക്കെ ലഭിക്കേണ്ട ഒരു കാലഘട്ടമാണ് വാർദ്ധക്യം എന്ന് പറയുന്നത്. യേശുവിൻ്റെ ഒരു പ്രത്യേക കൺസേൺ വാർദ്ധക്യത്തിലുള്ള ആളുകളോടുള്ള യൗവനക്കാരനായിട്ടുള്ള യേശുവിൻ്റെ ആ ഒരു പ്രത്യേക പരിഗണനയും കൂടി നമ്മളിവിടെ കാണുവാനായിട്ട് സാധിക്കും. അന്നത്തെ സമൂഹം നേരിട്ടിരുന്ന ഒരു വലിയ പ്രശ്നം എന്താണ് സംഭവിക്കുക? ഈ ഖുർബാൻ എന്ന് പറഞ്ഞ വഴിപാട് അർപ്പിച്ചു കഴിഞ്ഞാൽ ഈ മക്കൾക്ക് ഈ മാതാപിതാക്കൾ എന്ത് ചെയ്യാം? ഉപേക്ഷിക്കാം. അവരെ ഇനി നോക്കേണ്ട ചുമതലയില്ല. പലപ്പോഴും ഇത്തരത്തിലുള്ള വാർദ്ധക്യത്തിലുള്ള ആളുകൾ മറ്റ് അനാഥ മന്ദിരങ്ങളിലേക്കോ അല്ലെങ്കിൽ അവർ തെരുവിലേക്കോ എറിയപ്പെടുന്ന അവസ്ഥകളുണ്ടാകുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ആ കാലഘട്ടത്തിൽ അത്തരത്തിൽ ആയിക്കഴിഞ്ഞാൽ അവരനുഭവിക്കേണ്ടി വരുന്ന പ്രശ്നങ്ങളെ നമുക്ക് ഒന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അത്തരത്തിലുള്ള പല സാമൂഹിക പ്രശ്നങ്ങളും യേശു അവിടെ കാണുന്നുണ്ട്. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, നിങ്ങൾ ഈ വഴിപാടും അല്ലെങ്കിൽ നിങ്ങൾ ഈ കൽപ്പനകളും ന്യായപ്രമാണവും ഒക്കെ പറഞ്ഞുകൊണ്ട് എന്താണ് ഈ സമൂഹത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഒരുപാട് ഈ സമൂഹത്തിൽ തെറ്റായിട്ടുള്ള അധാർമികമായിട്ടുള്ള തിന്മകളെയാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്? പ്രോത്സാഹിപ്പിക്കുന്നത് എന്ന് പറയുകയാണ്. ഇത്തരത്തിലുള്ള മനുഷ്യനെ കരുതാത്ത, മനുഷ്യൻ്റെ പ്രശ്നങ്ങളെ അറിയാത്ത,
അവൻ്റെ എല്ലാവിധമായിട്ടുള്ള ആവശ്യങ്ങളെയും ഒന്നും തന്നെ പരിഗണിക്കാത്ത ആചാര അനുഷ്ഠാനങ്ങളെ യേശു ചോദ്യം ചെയ്യുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് യേശു പറയുന്നത് ശബ്ബത്ത് എന്ന് പറയുന്നത് അത് മനുഷ്യന് വേണ്ടിയിട്ടാണ്, അല്ലാതെ മനുഷ്യൻ ശബ്ബത്തിന് വേണ്ടിയിട്ടല്ല എന്ന് യേശു പറയുവാനായിട്ടുള്ള കാര്യം, എല്ലാ നിയമങ്ങളും ഉണ്ടാക്കിയിരിക്കുന്നത് മനുഷ്യൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്, മനുഷ്യൻ്റെ ഉദ്ധാരണത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് ഒരിക്കലും മനുഷ്യനെ ദ്രോഹിക്കാനോ അവനെ ഒരു തരത്തിലും പ്രയാസപ്പെടുത്താനോ ഉള്ളതല്ല, മറിച്ച് അവനെ രക്ഷിക്കാനും അവനെ സൗഖ്യപ്പെടുത്തുവാനും അവനെ വീണ്ടെടുക്കുവാനും അവന് ആശ്വാസം നൽകുവാനും അവനെ സമാധാനം നൽകുവാനുമുള്ളതാണ് എല്ലാ നിയമങ്ങളും എന്ന് യേശു പറയുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ കുർബാൻ എന്ന് പറയുന്ന ഈ ഒരു വഴിപാട്ടിനെ യേശു നിശിതമായിട്ട് വിമർശിക്കുന്നത് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും. യേശുവിടെ ഈ പഴയ നിയമത്തിലെ 10 കൽപ്പനകളിൽ പറയുന്ന ആ വാക്കുകൾ പോലും ഉദ്ധരിക്കുന്നുണ്ട്. നിനക്ക് ദീർഘായുസ് ഉണ്ടാകുന്നതിനും നീ ചെല്ലുന്നിടത്ത് ശുഭമായിരിക്കുന്നതിനും നീ എന്ത് ചെയ്യണം? നിന്റെ മാതാപിതാക്കളെ ബഹുമാനിക്കണം, ആദരിക്കണം എന്ന കൽപ്പനയെ പോലും യേശുവിടെ ഉദ്ധരിക്കും. അപ്പോൾ ഈ കൽപ്പനയുടെയൊക്കെ ഏറ്റവും വലിയ അടിസ്ഥാനം കോർ എന്ന് പറയുന്നത് അതിനെ നഷ്ടപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അതിലാണ് ദൈവത്തിൻ്റെ ഹൃദയം ഇരിക്കുന്നത്. ദൈവത്തിൻ്റെ വചനത്തിൽ ദൈവത്തിൻ്റെ ഹൃദയം ഇരിക്കുന്നുണ്ട്. അപ്പോൾ ആ ദൈവത്തിൻ്റെ ഹൃദയത്തെ അറിയാതെ, ദൈവത്തിൻ്റെ മനസ്സിനെ അറിയാതെ, ദൈവത്തെ യഥാർത്ഥമായിട്ട് മനസ്സിലാക്കാതെ വെറും ആചാര അനുഷ്ഠാനങ്ങളിൽ ഒതുങ്ങുന്ന ഒരു ആത്മീയതയാണ് യേശു അവിടെ ചോദ്യം ചെയ്യുന്നത്. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ആത്മീയത എപ്രകാരമാണ് എന്ന് നമ്മൾ വളരെ ആഴത്തിൽ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. എന്ന് ഞാൻ ആദ്യം തുടക്കത്തിൽ പറഞ്ഞതുപോലെ ആത്മീയതയെല്ലാം പ്രകടനങ്ങളായും പ്രഹസനങ്ങളായും അത് ആചാര അനുഷ്ഠാനങ്ങളായും ഒക്കെ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ലോകത്തിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത്. അവിടെ ഇന്ന് എല്ലാറ്റിനും പ്രധാന പരിഗണന എന്ന് പറയുന്നത് ആ ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും മാത്രമായിട്ട് മാറുകയാണ്. അവിടെ മറ്റുള്ള ജനത്തിൻ്റെ ജീവിതത്തിനോ യാതൊരു പ്രാധാന്യമില്ലാതെ ആചാര അനുഷ്ഠാനങ്ങൾക്ക് വലിയ പ്രാധാന്യം കൽപ്പിക്കുന്ന ഒരു ലോകം. നമ്മുടെ ജീവിതത്തിൽ ഈ ദൈവത്തെ യഥാർത്ഥമായിട്ട് സ്നേഹിക്കുവാൻ, ഈ ദൈവത്തെ യഥാർത്ഥമായിട്ട് മനസ്സിലാക്കുവാൻ, ദൈവത്തിൻ്റെ ഹൃദയത്തെ അറിയുവാനായിട്ടും ദൈവത്തിൻ്റെ ഹൃദയത്തെ മനസ്സിനെ അറിഞ്ഞുകൊണ്ട് ആ വചനത്തിൻ്റെ ആ യഥാർത്ഥമായ സത്ത ഉൾക്കൊണ്ടുകൊണ്ട് നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കുക. രണ്ടാമത് നിന്റെ കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കുക എന്ന് പറയുന്ന ഈ ന്യായപ്രമാണത്തിൻ്റെ സത്തയെ ഉൾക്കൊള്ളുവാനായിട്ടാണ് ദൈവം നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് യേശു പറയുന്നത് എന്താ? മനുഷ്യൻ അവൻ്റെ വായൻ്റെ ഉള്ളിലേക്ക് പോകുന്നതല്ല, മറിച്ച് അവൻ്റെ വായിൽ നിന്നും പുറത്ത് വരുന്നതാണ് അവനെ അശുദ്ധനാക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ നിന്നും എന്താണ് പുറത്തേക്ക് വരുന്നത്, ഏത് പ്രക്രിയയാണ്, എന്താണ് നമ്മുടെ പ്രവൃത്തി, അതാണ് നാം ശുദ്ധനാണോ നാം നല്ലവനാണോ എന്നുള്ളത് തീരുമാനിക്കപ്പെടുന്നത്. അതുകൊണ്ട് ഈ പുറമേയുള്ള പ്രകടനങ്ങളല്ല ദൈവം ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ ഇവിടെ പറയുന്നത് കൈ കഴുകിയില്ല എന്നുള്ള ഒരു വലിയ പ്രശ്നമാണ് യേശുവിൻ്റെ മുന്നിൽ ഉന്നയിക്കുന്ന പ്രശ്നം. യേശു പറയുന്നത് നിങ്ങളുടെ പുറമേയുള്ള ഈ ശുദ്ധിയല്ല വേണ്ടത്, നിങ്ങൾ പുറമേയുള്ള കഴുകലും വൃത്തിയാക്കലും ഇത്തരത്തിലുള്ള ആചാര അനുഷ്ഠാനങ്ങളല്ല വേണ്ടത്, മറിച്ച് അതിൻ്റെ അനുഭവം എന്ന് പറയുന്നത് നിങ്ങളുടെ ഉള്ളിലുള്ള ശുദ്ധിയാണ് വേണ്ടത്, നിങ്ങളുടെ ഹൃദയത്തിലുള്ള ശുദ്ധിയാണ് വേണ്ടത്, നിങ്ങളുടെ ഹൃദയത്തിലുള്ള മാനസാന്തരമാണ്, മാറ്റമാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഹൃദയത്തെ ശുദ്ധീകരിക്കുവാനായിട്ടാണ് യേശു ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും നമ്മുടെ എല്ലാവിധമായിട്ടുള്ള ആത്മീയമായിട്ടുള്ള പ്രകടനങ്ങളും ഒക്കെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ യഥാർത്ഥമായിട്ട് നമ്മുടെ ഹൃദയത്തെ ശുദ്ധീകരിക്കുവാനായിട്ട്, ഹൃദയത്തെ നിർമ്മലമാക്കുവാനായിട്ട്, ദൈവത്തിൽ ആശ്രയിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. നമ്മുടെ എല്ലാ ആരാധനയുടെ എല്ലാം അന്തസത്ത എന്ന് പറയുന്നത് അതാണ്. അവിടെ എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്ന നമ്മുടെ ഓരോ ആരാധനയിലെ ഘടകങ്ങളാണെങ്കിലും ആരാധനയിൽ ഉപയോഗിക്കുന്ന വസ്തുക്കളാണെങ്കിലും എല്ലാം അതൊക്കെ സിംബോളിക്കാണ്. തിരുവത്താഴം ആചരിക്കുക എന്ന് പറയുമ്പോൾ തിരുവത്താഴ ആരാധന എന്ന് പറയുന്നത് തന്നെ യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തെയാണ് നമ്മൾ പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളുന്നത്. യേശുവിൻ്റെ ജനനം മുതൽ യേശുവിൻ്റെ മരണം വരെയുള്ള ഒരു
ആ യേശുവിൻ്റെ ജീവിതമാണ് നമ്മൾ ആ ഒരു ആരാധനയിൽ ആരംഭം മുതൽ അവസാനം വരെ നമ്മൾ ധ്യാനിക്കുന്നത്. അവിടെ യേശുവിൻ്റെ ജീവിതത്തെയാണ് നമ്മൾ ഉൾക്കൊള്ളുന്നത്, വെറും ഒരു ആരാധനയല്ല അത്. അതുപോലെ തന്നെ നമ്മൾ തിരുവത്താഴം കൈക്കൊള്ളുക എന്ന് പറയുമ്പോൾ അപ്പവും വീഞ്ഞും എന്ന് പറയുന്ന വസ്തുക്കളെയല്ല നമ്മൾ കൈക്കൊള്ളുന്നത്, മറിച്ച് നമുക്ക് വേണ്ടി നുറുക്കപ്പെട്ട യേശുവിൻ്റെ ശരീരമാണ് നമ്മൾ അവിടെ വാങ്ങിക്കുന്നത്. യേശു എനിക്ക് വേണ്ടി മരിച്ചു എന്ന്, അല്ലെങ്കിൽ എനിക്ക് വേണ്ടി തന്നെ നുറുക്കി നൽകി എന്ന് നമ്മൾ വീണ്ടും വീണ്ടും ഓർക്കുന്നതാണ്, അല്ലെങ്കിൽ നമ്മെ ഓർമ്മപ്പെടുത്തുന്നതാണ് ഓരോ തിരുവത്താഴം എന്ന് പറയുന്നത്. അപ്പോൾ ആ തിരുവത്താഴത്തിൽ നമ്മൾ പങ്കുചേരുമ്പോൾ, ഓരോ പ്രാവശ്യം അപ്പവും വീഞ്ഞും നമ്മൾ വാങ്ങിക്കുമ്പോൾ, യേശു തൻ്റെ ശരീരത്തെ എനിക്ക് നുറുക്കി നൽകിയതുപോലെ എൻ്റെ ജീവിതത്തെ മറ്റുള്ളവർക്ക് വേണ്ടി നുറുക്കി നൽകുന്ന ആ ദൈവസ്നേഹത്തെ പ്രകടിപ്പിക്കാനായിട്ട് അല്ലെങ്കിൽ എനിക്ക് ഉത്തരവാദിത്തമുണ്ട് എന്നുള്ള ആ ഒരു ഉത്തരവാദിത്ത ബോധത്തിലേക്കാണ് നമ്മൾ വളരേണ്ടത്. വെറും ഒരു ആചാരാനുഷ്ഠാനമല്ല, മറിച്ച് അതിൻ്റെ പിറകിൽ ഇത്തരത്തിലുള്ള ദൈവികമായിട്ടുള്ള സത്യങ്ങളുണ്ട്. നമ്മൾ സ്നാനപ്പെടുന്ന സമയത്ത്, സ്നാനം എന്ന് പറയുന്നതും വെറും ഒരു ആചരണമല്ല. പൗലോസ് പറയുന്നു, റോമർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം നമ്മൾ വായിക്കുന്ന സമയത്ത് അവിടെ പറയുന്നത്, യേശുവിനോട് കൂടെ ചേരുവാനായിട്ട് സ്നാനമേറ്റവരായ നാം അവൻ്റെ കഷ്ടമരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനമേറ്റിരിക്കുന്നു. യേശുവിൻ്റെ ദൗത്യത്തിൽ, ഈ ലോകത്തിൻ്റെ വിമോചനത്തിന് വേണ്ടി ദൈവം അനുഭവിച്ച ദൈവത്തിൻ്റെ വേദനയിലും കഷ്ടതയിലും പ്രയാസത്തിലും പങ്കാളികളാകുവാനായിട്ടാണ് നമ്മൾ എന്തിരിക്കുന്നത്, സ്നാനമേറ്റിരിക്കുന്നത്. അപ്പോൾ സ്നാനം എന്ന് പറയുന്നത് വെറും ആചാരമല്ല, മറിച്ച് അതിൻ്റെ ആഴത്തിലുള്ള അർത്ഥങ്ങളുണ്ട്. യേശുവിനോട് കൂടെ ചേരുവാനാണ് യേശുവിൻ്റെ ദൗത്യത്തിൽ, യേശുവിൻ്റെ ലോകത്തിന് വേണ്ടി, ഈ ലോകത്തെ വീണ്ടെടുക്കുന്നതിന് വേണ്ടി യേശു സഹിച്ച വേദനയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്, അതിൽ പങ്കാളികളായിത്തീരുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സ്നാനമേറ്റിരിക്കുന്നത്. വീണ്ടും പറഞ്ഞു, യേശു മരിച്ച് ഉയർത്തെഴുന്നേറ്റതുപോലെ നാമും മരിച്ച് ജീവൻ്റെ പുതുക്കത്തിൽ നടത്തപ്പെടുന്ന അനുഭവം, അതാണ് സ്നാനം എന്ന് പറയുന്നത്. ഒരു മരണവും വീണ്ടും ഒരു പുതിയ മനുഷ്യനായിട്ടുള്ള ഉയർത്തപ്പെടലും. ഇത് എന്ന് പറഞ്ഞത് വെറും ഒരു ദിവസം വെള്ളം തളിക്കുന്നത് കൊണ്ടോ മുങ്ങുന്നത് കൊണ്ടോ ഉണ്ടാകുന്നതല്ല, മറിച്ച് നമ്മുടെ ജീവിതത്തിൽ, അനുദിന ജീവിതത്തിൽ നമ്മുടെ തിന്മയായിട്ടുള്ള, നമ്മുടേതായിട്ടുള്ള അഹത്തെയും എല്ലാവിധമായിട്ടുള്ള പാപ സ്വഭാവത്തെയും ഇല്ലാതാക്കിക്കൊണ്ട് നമ്മൾ മരിക്കുകയും ഓരോ ദിവസവും ക്രിസ്തു നമ്മിൽ ഉയർക്കുകയും ചെയ്യുന്ന അനുഭവം നമ്മുടെ ഉള്ളിലുണ്ടാകേണ്ട അനുഭവമാണ്. ബാഹ്യ പ്രകടനങ്ങളല്ല, വെറും കൈ കഴുകുന്നതോ ശുദ്ധീകരിക്കുന്നതോ പോലുള്ള ബാഹ്യ പ്രകടനങ്ങളല്ല, മറിച്ച് നമ്മുടെ ഉള്ളിൽ, നമ്മുടെ ഹൃദയത്തിലുണ്ടാകേണ്ട മാനസാന്തരമായിരിക്കണം നമ്മുടെ ജീവിതത്തിലെ ഓരോ ആത്മീയമായിട്ടുള്ള സംഗതികളും എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തെ പ്രത്യേകമായി ദൈവത്തിൽ സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ നയിക്കുവാനായിട്ട് നമുക്ക് സാധ്യമായി തീരാം. അത് വെറും ആത്മീയമായിട്ടുള്ള പ്രകടനമല്ല, മറിച്ച് ഇത് നിസ്സാരമായിട്ടുള്ള ദേവാലയത്തിൽ പോകുക, പാട്ടുകൾ പാടുക, ആരാധിക്കുക എന്ന് പറയുന്നത് നിസ്സാരമായിട്ടുള്ള കാര്യങ്ങളാക്കാതെ, മറിച്ച് ഇത് വളരെ ഗൗരവമായിട്ടുള്ള, ഞാനും എൻ്റെ ദൈവവുമായിട്ടുള്ള ഹൃദയംഗമായിട്ടുള്ള ബന്ധമാണ് എൻ്റെ ആത്മീയത. അവിടെ ഞാനും എൻ്റെ ദൈവവുമായിട്ട് പറ്റിച്ചേർന്ന, മോശ പറഞ്ഞതുപോലെ പറ്റിച്ചേർന്നിരിക്കുന്ന ഒരു അനുഭവമാണ്. ആ ദൈവവുമായിട്ടുള്ള ആഴമേറിയുള്ള ബന്ധത്തിലാണ്, ദൈവത്തിൻ്റെ ഹൃദയത്തെ അറിയുന്ന, ദൈവത്തെ യഥാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന അനുഭവത്തിലാണ് എൻ്റെ ആത്മീയതയുള്ളത് എന്ന് മനസ്സിലാക്കുവാനും, നമ്മുടെ ജീവിതത്തെ ആ ദൈവത്തിൽ സമർപ്പിച്ചുകൊണ്ട്, ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് നമ്മുടെ എല്ലാ ആരാധനകളും, നമ്മുടെ എല്ലാവിധമായിട്ടുള്ള ആത്മീയ പ്രകടനങ്ങളും ഏറ്റവും അർത്ഥവത്തായ രീതിയിൽ അതിൻ്റെ അന്തസത്ത ഉൾക്കൊണ്ടുകൊണ്ട് ചെയ്യുവാനായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുമാറാട്ടെ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയും സ്നേഹവുമുള്ള സ്വർഗീയ പിതാവേ, കർത്താവെ, നല്ല നിമിഷങ്ങളെ ഓർത്ത് നന്ദി കരേറ്റുന്നു. കർത്താവ്, യഥാർത്ഥമായ ആത്മീയതയെക്കുറിച്ച് അങ്ങയുടെ വചനത്തിലൂടെ ഞങ്ങൾ വെളിപ്പെടുത്തിയത് ഓർത്ത് ദൈവം നന്ദി കരേറ്റുന്നു. ദൈവത്തെ യഥാർത്ഥമായിട്ട് സ്നേഹിക്കുന്നതാണ്, അവൻ്റെ വാക്കുകൾ അനുസരിക്കുന്നതാണ്, അവനോട് പറ്റിച്ചേർന്നിരിക്കുന്നതാണ് ഞങ്ങളുടെ ആത്മീയത എന്ന് കർത്താവെ അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചല്ലോ. അതുകൊണ്ട് ആ ആത്മീയത വെറും പ്രകടനങ്ങളല്ല, പുറമേയുള്ള ബാഹ്യ പ്രകടനങ്ങളല്ല, മറിച്ച് ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്നും അത് ഒഴുകുന്നതായിരിക്കണം. ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ രൂപാന്തരവും വിശുദ്ധിയും
നിർമ്മലതയുമായിരിക്കണം എന്ന് ഞങ്ങളെ പഠിപ്പിച്ചുവല്ലോ. അതെപ്പോഴും അത്തരത്തിലുള്ള ഞങ്ങളുടെ ആത്മീയ ജീവിതം എല്ലായ്പ്പോഴും ദൈവത്തിന് പ്രസാദകരമായിട്ട് തീരുന്നതാണ് എന്ന് ഞങ്ങളെ പഠിപ്പിച്ചതിനായിട്ട് നന്ദി കരേറ്റുന്നു. കർത്താവ്, ഞങ്ങളെ തന്നെ, ഞങ്ങളുടെ ശരീരങ്ങളെയും ഞങ്ങളുടെ ആത്മാക്കളെയും ജീവനും വിശുദ്ധിയുമുള്ള യാഗമായിട്ട് അങ്ങേക്ക് സമർപ്പിക്കുന്ന ആരാധനയായിട്ട് ഞങ്ങളുടെ ജീവിതത്തെ മാറ്റുവാൻ അങ്ങ് ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്ന കൃപയ്ക്കായ സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. നമ്മുടെ വിശ്വാസം നിക്കിയ വിശ്വാസ പ്രമാണത്തിൻ്റെ വാക്കുകൾ സ്വീകരിച്ചുകൊല്ലാം. 268 പുറം. നിക്കിയ വിശ്വാസ പ്രമാണം. സർവശക്തിയുള്ള പിതാവായി ആകാശത്തെയും ഭൂമിയും കാണപ്പെടുന്നവയും കാണപ്പെടാത്തവയും സകലത്തെയും സൃഷ്ടിച്ചനായ ഏകദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിൻ്റെ ഏകജാതപുത്രനായി ഏകകർത്താവായ യേശു ക്രിസ്തുവിലും ഞാൻ വിശ്വസിക്കുന്നു. പിതാവെന്ന് ജനിക്കപ്പെട്ടവൻ, ദൈവത്തിന് ദൈവം, പ്രകാശത്തിന് പ്രകാശം, സത്യദൈവത്തിന് സത്യദൈവം, ജനിക്കപ്പെട്ടവൻ, ഉണ്ടാക്കപ്പെട്ടവനല്ല, പിതാവിനോട് ഏകതത്വമുള്ളവൻ. അവനാൽ സകലമുണ്ടായി. അവന് മനുഷ്യരായ നമുക്ക് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാനാൽ കന്യകമറിയിൽ നിന്ന് അവതരിച്ച് മനുഷ്യനായി തീർന്നു. പുന്തിയോസ് പിലാത്തോസിൻ്റെ കീഴിൽ നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടു. അവൻ കഷ്ടപ്പെട്ടു, അടക്കപ്പെട്ടു, തിരുവഴുത്തിൽ പ്രകാരം 3-ാം ദിവസം ഉയർത്തുന്നേറ്റ് സ്വർഗ്ഗത്തിലേക്ക് കയറി പിതാവിൻ്റെ വലത്ത് ഭാഗത്തിരിക്കുന്നു. അവൻ ജീവനുള്ളവരെയും മരിച്ചവരെയും ന്യായവിധിപ്പാൻ മഹത്വത്തോടെ വീണ്ടും വരും. അവൻ്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാക്കുകയില്ല. കർത്താവും ജീവിക്കുന്നതിനും പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്നവനും പിതാവിനോടും പുത്രനോടുകൂടെ ബന്ധിക്കോട്ട് മഹത്വപ്പെടുന്നതിനും പ്രവാചകനോട് പരിചയനുമായ പരിശുദ്ധാത്മാവിനും ഞാൻ വിശ്വസിക്കുന്നു. കാതോലിക അപ്പോസ്തലികമായ ഏക വിശുദ്ധ സഭയിലും ഞാൻ വിശ്വസിക്കുന്നു. പാപമോചനത്തിലുള്ള പത്മിസയെ ഞാൻ അനുസരിക്കുന്നു. മരിച്ചവരുടെ പുനരുദ്ധാനത്തിനും വരുവാനുള്ള ലോകത്തിലെ ജീവനും ഞാൻ കാത്തിരിക്കുന്നു. ആമേൻ. സഭയ്ക്ക് എല്ലാവർക്കും ഇരിക്കാം. സഭയോട് അറിയിപ്പാനായിട്ടുള്ള കാര്യങ്ങൾ. കഴിഞ്ഞ ആഴ്ചയിൽ പൊതു വഴിപാടായിട്ട് ലഭിച്ചത് 9,528 രൂപ. ജന്മദിന സ്തോത്രദാനമായിട്ട് ലഭിച്ചത് 2,050 രൂപ. പുറഫണ്ടിലേക്ക് ലഭിച്ചത് 500 രൂപ. സൺഡേ സ്കൂൾ ഓഫർട്ടറി ആയിട്ട് ലഭിച്ചത് 630 രൂപ. അങ്ങനെ ആകെ 12,708 രൂപ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ CSI മിഷൻ ഹോസ്പിറ്റൽ കൊടക്കലിൽ പുതുതായിട്ട് ചാപ്ലനായിട്ട് അപ്പോയിൻ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന റവറൻഡ് ഡീക്കൻ യേശുദാസ് അച്ഛൻ ഇന്നത്തെ ആരാധനയിൽ പങ്കെടുക്കുന്നു. അച്ഛനെ ഏറ്റവും സ്നേഹത്തോടു കൂടി ഈ ഒരു ആരാധനയിലേക്ക് സ്വാഗതം ചെയ്യും. 4/7/2025 വെള്ളിയാഴ്ച പ്രാർത്ഥനയിൽ സഹോദരാഴ്ചയായിട്ട് ലഭിച്ചത് 465 രൂപ. നമ്മുടെ ആരാധനയിൽ, പ്രത്യേകിച്ച് കമ്മ്യൂണിയൻ ആരാധനയിൽ, കമ്മ്യൂണിയൻ പാത്രങ്ങൾ വയ്ക്കുന്നതിന് മുകളിൽ വെക്കുന്ന ക്ലോത്തുകൾ ഒരു കുടുംബം അത് വാങ്ങിച്ച് തന്നിരിക്കുകയാണ്. പ്രത്യേകിച്ച് ആ കുടുംബത്തോടുള്ള സഭയുടെ നന്ദി സ്നേഹവും ഞാൻ ഈ സമയത്ത് ദൈവനാമത്തിൽ അറിയിക്കുന്നു. വെള്ളിയാഴ്ച ദിവസങ്ങളിൽ രാവിലെ 10 മണിക്ക് ഉപവാസ പ്രാർത്ഥനയും വൈകുന്നേരം 7 മണിക്ക് കൂട്ടായ്മ പ്രാർത്ഥനയും ഉണ്ടായിരിക്കുന്നതാണ്. കഴിയുന്ന എല്ലാവരും ഈ പ്രാർത്ഥനകളിൽ പങ്കെടുക്കണമെന്ന് അറിയിക്കുന്നു. കഴിഞ്ഞ ആഴ്ചകളിൽ പരസ്യപ്പെടുത്തിയതുപോലെ കേരള യുണൈറ്റഡ് തിയോളജിക്കൽ സെമിനാരി തിരുവനന്തപുരത്തുള്ള ആ സെമിനാരിയുടെ ഫിനാൻസ് ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഞായറാഴ്ച നമ്മുടെ സഭ മിസ്സിസ് സജു മേരി എബ്രഹാം, നേരത്തെ കൊടക്കൽ ഹോസ്പിറ്റലിൽ ചാപ്ലൈനായിട്ടുണ്ടായിരുന്ന റെജി അച്ഛൻ്റെ കൊച്ചമ്മയാണ് സജു മേരി എബ്രഹാം. അവർ നമ്മുടെ സഭ സന്ദർശിക്കുന്നതായിരിക്കും.
എന്ന കാര്യം സഭയെ അറിയിക്കുന്നു. പ്രത്യേകിച്ച് കേരള യുണൈറ്റഡ് തിയോളജിക്കൽ സെമിനാരി അത് നമ്മുടെ ഒരു സെമിനാരി ആയിട്ടാണ് നമ്മളതിനെ പരിഗണിക്കാറ്. അതായത് CSI സഭ ഓൺ ചെയ്യുന്ന ഒരേ ഒരു സെമിനാരിയാണ് കണ്ണമൂലയിലുള്ള കേരള യുണൈറ്റഡ് തിയോളജിക്കൽ സെമിനാരി. കഴിഞ്ഞ കാലങ്ങളിൽ നമ്മുടെ സഭയിൽ നിന്ന് ഒരുപാട് പല രീതിയിലുള്ള സഹായങ്ങൾ നമ്മുടെ സെമിനാരിക്ക് വേണ്ടി നമ്മൾ നൽകിയിട്ടുണ്ട്. ഈ കാലഘട്ടത്തിലും നമ്മുടെ സഹായ സഹകരണവും പ്രാർത്ഥനയും സെമിനാരി ആഗ്രഹിക്കുന്നു. നമ്മുടെ സഭയിലുള്ള നിരവധി അച്ഛന്മാർ, തിയോളജിക്കൽ സ്കോളേഴ്സ്, മിഷണറിമാർ എന്നിവരൊക്കെ രൂപപ്പെടുത്തുന്ന ഒരു സെമിനാരിയാണ് കണ്ണമൂലയിലുള്ള സെമിനാരി. നമ്മൾക്ക് പ്രത്യേകിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് CSI സഭയ്ക്ക് ഉത്തരേന്ത്യയിൽ ഏകദേശം 3000-ഓളം മിഷണറിമാരുണ്ട് എന്നാണ് പറയുന്നത്. നമ്മുടെ കേരളത്തിൽ നിന്നും ഏകദേശം 1000-ൽ-അധികം മിഷണറിമാർ ഉത്തരേന്ത്യയിൽ സേവനം ചെയ്യുന്നുണ്ട്. അവിടെ ദേവാലയങ്ങളിൽ അവർ ശുശ്രൂഷ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള മിഷണറിമാരെ രൂപപ്പെടുത്തുന്ന ഒരു സെമിനാരി കൂടിയാണ് കണ്ണമൂലയിലുള്ള കേരള യുണൈറ്റഡ് തിയോളജിക്കൽ സെമിനാരി. അതുകൊണ്ട് എല്ലാ രീതിയിലും നമുക്ക് സെമിനാരിയോട് വളരെ ആഴത്തിലുള്ള ബന്ധമുണ്ട് എന്ന് മനസ്സിലാക്കുക. സെമിനാരിക്ക് വേണ്ടുന്ന എല്ലാ സഹായ സഹകരണങ്ങളും നൽകണമേ എന്ന് അഭ്യർത്ഥിക്കുന്നു. ഹെർമൻ ഗുണ്ടറ്റ് മെമ്മോറിയൽ വിമൻസ് കോളേജ് അതിലേക്ക് താഴെ പറയുന്ന അധ്യാപക അപേക്ഷകൾ ക്ഷണിക്കുന്നു. മലയാളം, ബോട്ടണി, അറബിക്, കെമിസ്ട്രി, ഇംഗ്ലീഷ്, സുവോളജി, കൊമേഴ്സ് എന്നീ വിഷയങ്ങളിലേക്കാണ് അധ്യാപക അപേക്ഷകൾ ക്ഷണിക്കുന്നത്. ഇതിൽ നെറ്റ് ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകൾക്ക് മുൻതൂക്കം നൽകുന്നുണ്ട്. ജൂലൈ 10 5 മണിയോടുകൂടി hmwomenscollege@gmail.com എന്ന മെയിൽ ID യിലേക്ക് നിങ്ങളുടെ അപേക്ഷകൾ മെയിൽ ചെയ്യേണ്ടതാണ് എന്ന കാര്യം അറിയിക്കുന്നു. SSLC +2 ഫുൾ A+ഓടുകൂടി പാസ്സായ കുട്ടികൾക്ക് സീനിയർ ഫ്രണ്ട്സിൻ്റെ മെമ്മൻറ്റോയും ക്യാഷ് പ്രൈസും ഇന്ന് ആരാധനയ്ക്ക് ശേഷം നൽകുന്നതായിരിക്കും എന്ന കാര്യം അറിയിക്കുന്നു. വിമൻസ് ഫെലോഷിപ്പ് ഏരിയ 1 ഡേ റിട്രീറ്റ് മഞ്ചേരിയുള്ള CSI നിക്കോളസ് മെമ്മോറിയൽ ചർച്ച് അവിടെ വെച്ച് നടത്തപ്പെടുന്നതായിരിക്കും. 9 ഓഗസ്റ്റ് മാസം 9 ഈ 1 ഡേ റിട്രീറ്റ് നടത്തപ്പെടുക. ഇതിൽ ക്വിസ് കോമ്പറ്റീഷൻ ഉണ്ട്. പുറപ്പാട്, മർക്കോസ് എന്നീ പുസ്തകങ്ങളെ അധികരിച്ചാണ് ക്വിസ് കോമ്പറ്റീഷൻ നടത്തപ്പെടുക. ഈ ക്വിസ് കോമ്പറ്റീഷൻ നടത്തുന്നത് പ്രായമനുസരിച്ച് ABCD എന്ന ക്രമത്തിലായിരിക്കും ക്വിസ് കോമ്പറ്റീഷൻ നടത്തുക. വ്യക്തിഗത മത്സരങ്ങളായിരിക്കും എന്ന കാര്യവും അവർ അറിയിച്ചിട്ടുണ്ട്. പങ്കെടുക്കുന്നവർ അവരുടെ പേരുകൾ വിമൻസ് ഫെലോഷിപ്പ് സെക്രട്ടറിയെ അടുത്ത ഞായറാഴ്ചയോടുകൂടി അറിയിക്കേണ്ടതാണ് എന്ന കാര്യം അറിയിക്കുന്നു. ഓഗസ്റ്റ് മാസം 10 മലബാർ മഹായിടവക യുവജന സഖ്യ ഞായറാഴ്ചയായിട്ട് ആചരിക്കുകയാണ്. പ്രത്യേകിച്ച് യുവജനങ്ങൾ ഈ ആരാധനയ്ക്ക് വേണ്ടുന്ന ക്രമീകരണങ്ങൾ ചെയ്യണമെന്ന് അറിയിക്കുന്നു. ഇതിൻ്റെ ദൈവവചന ശുശ്രൂഷയ്ക്ക് ഡെപ്യൂട്ടേഷനായിട്ട് ഓരോ സഭകളിൽ നിന്നും യുവജനങ്ങളെ അയക്കുവാനായിട്ടുള്ള നിർദ്ദേശം മഹായിടവക യൂത്ത് ബോർഡ് നൽകിയിട്ടുണ്ട്. ഡെപ്യൂട്ടേഷന് പോകുവാനായിട്ട് താല്പര്യമുള്ളവർ ഈ ദിവസങ്ങളിൽ ഏരിയ ഭാരവാഹികളെ നിങ്ങളുടെ പേരുകൾ അത് ലോക്കൽ യൂണിറ്റ് വഴി അറിയിക്കേണ്ടത് 15 മുമ്പ്, ജൂലൈ മാസം 15 മുമ്പായിട്ട് അറിയിക്കേണ്ടതാണ് എന്ന കാര്യം സമയത്ത് അറിയിക്കുന്നു. ഇതിനു വേണ്ടി ഒരു പ്രത്യേക പരിശീലന കളരി പ്രസംഗം തയ്യാറാക്കുന്നതിന് വേണ്ടി പ്രത്യേക വർക്ക്ഷോപ്പ് മഹായിടവക അറേഞ്ച് ചെയ്യുന്നതാണ്. അതും യൂത്ത് ഡിപ്പാർട്ട്മെൻറ്റ് നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. പ്രത്യേകിച്ച് ഓഗസ്റ്റ് മാസം 10 നടക്കുന്ന യുവജന ഞായറാഴ്ചയ്ക്ക് വേണ്ടി എല്ലാ ക്രമീകരണങ്ങളും ചെയ്യണമെന്ന് ദൈവനാമത്തിൽ അറിയിക്കുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ ജന്മദിനം കൊണ്ടാടിയവരുടെ പേരുകൾ ഈ സമയത്ത് വായിക്കുന്നു. ക്രിസ്റ്റബൽ ഹേമബായ് അമേങ്കര, മേരി ഗ്രേസ് കല്ലുവളപ്പിൽ,
യാർലി ഇമാക്കുലേറ്റ് ഉള്ളാട്ടിൽ, റോൺ ഫിലിപ്പ് പുത്തൻപുര, അനില ഡേസി ഇല്ലിമൂട്ടിൽ, റീന ജോർജ് മാമ്മൂട്ടിൽ, ഷേളി ബായ് സിസിലിയ തെക്കഞ്ചേരി, ബിജേഷ് കുമാർ ആന്തൂർ വളപ്പിൽ, മെർലിൻ സിനി ബിജു ചിറ്റയാകം, എയ്വ മറിയ പുലിക്കോട്ടിൽ, ഷീന ഷിനോജ് മണ്ണാമ്പറമ്പിൽ, ജെയിനി മാർഗ്രറ്റ് കുണ്ടുകുളം, ആൻവിയ ഫിയോണ മുതിരവളപ്പിൽ, സോളി ലെസ്ലി തോമസ് രാരില്ലിക്കൽ, ജുവാൻ ജോബായ് നമ്പ്രത്ത്, ജുവൽ ജോബായ് നമ്പ്രത്ത്, ബ്ലസ്സി വർഗീസ് തോട്ടുങ്ങൽ, ആൻസില അനിഡോർ പൂവത്ത്, ഹെവിൻ ജെറോ റെജിനോൾഡ് പണ്ടാർപറമ്പ, അലൻ ഏബൽ റെജിനോൾഡ് ചിറക്കൽ. ഈ പ്രിയപ്പെട്ടവരെ നമുക്ക് പ്രാർത്ഥനയിൽ ഓർക്കാം. 29-ാം ഗീതത്തിൻ്റെ 4-ാമത്തെ ചരണം പാടാം. നോക്കുന്നു കണ്ണുകളെല്ലാം കർത്താവേ നിങ്കലേക്കിതാ. ഞങ്ങളുടെ ജീവന്റെ നാഥനും ജീവൻ്റെ പരിപാലകനുമായ സ്വർഗീയ പിതാവേ, കർത്താവെ, ഞങ്ങളുടെ സഭയിൽ കഴിഞ്ഞ ആഴ്ചയിൽ ജന്മദിനം കൊണ്ടാടിയ പ്രിയപ്പെട്ട മക്കളെ ഞങ്ങളുടെ സമയത്ത് ദൈവസന്നിധിയിൽ ഓർക്കുന്നു. കർത്താവരുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ദിവ്യമായ സാന്നിധ്യവും ദൈവത്തിൻ്റെ ദിവ്യമായ കൂട്ടായ്മയും കഴിഞ്ഞ കാലങ്ങളിൽ കൂടെയായിരുന്നു. കർത്താവെ, അവരെ പരിപാലിച്ചു വഴി നടത്തി അനുഗ്രഹിച്ചു ഒരു പുതിയ വർഷത്തിലേക്ക് കൊണ്ടുവന്നുവല്ലോ. കർത്താവിൻ്റെ ദിവ്യമായ സാന്നിധ്യം ഈ പുതിയ വർഷത്തിലും പ്രിയപ്പെട്ട മക്കളോട് കൂടെ ഇരിക്കണമേ. അത് വേണ്ടുന്ന ആരോഗ്യത്തെ, സുഖത്തെ, പഠിക്കാൻ ആവശ്യമുള്ള പുതിയ ജ്ഞാനത്തെയൊക്കെ നൽകി അനുഗ്രഹിക്കണമേ. കർത്താവേ, ഈ പുതിയ വർഷം പ്രിയ മക്കളുടെ ജീവിതത്തിൽ ഏറ്റവും നന്മയുടെ, അനുഗ്രഹത്തിൻ്റെ, ദൈവാനുഭവത്തിൻ്റെ ഒരു പുതിയ വർഷമാക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. വിവാഹ വാർഷികം കൊണ്ടാടിയ പ്രിയപ്പെട്ടവരെ ഞാൻ സമയത്ത് ഓർക്കുന്നു. കർത്താവെ, കഴിഞ്ഞ കാലങ്ങളിൽ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവകൃപാനുഭവിച്ചുകൊണ്ടായിരിക്കാൻ അവരെ സഹായിച്ചു. ഈ പുതിയ വർഷത്തിലും ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് കർത്താവിൽ ശരണപ്പെട്ടുകൊണ്ട് ജീവിക്കാൻ, അങ്ങ് നൽകുന്ന നന്മകളെ അനുഭവിച്ചുകൊണ്ട്, അങ്ങ് നൽകുന്ന സന്തോഷവും സമാധാനവും സ്നേഹവും ഒക്കെ പങ്കിട്ടുകൊണ്ട് ജീവിക്കാനായിട്ട് സഹായിക്കണം. ഈ പുതിയ വർഷം പ്രിയപ്പെട്ട മക്കളുടെ ജീവിതത്തിൽ ഏറ്റവും നന്മയുടെയും അനുഗ്രഹത്തിൻ്റെയും ദൈവാനുഭവത്തിൻ്റെ ഒരു വർഷമാക്കണം. പലവിധമായിട്ടുള്ള ദൈവകൃപകൾ, നന്മകൾ അനുഭവിച്ചുകൊണ്ട് നന്ദിയോടുകൂടി ആയിരിക്കുന്ന പ്രിയപ്പെട്ട മക്കളെല്ലാവരെയും ഈ സമയത്ത് ഓർക്കുന്നു. കർത്താവ് കൂടെ ഇരിക്കണമേ. തുടർന്നുള്ള ജീവിതത്തിലും ദൈവ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ടായിരിക്കാൻ സഹായിക്കണമേ. പ്രാർത്ഥനകൾക്കായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും കാവലും നിങ്ങളോട് കൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായിട്ട് നമുക്ക് തലകളെ വണക്കാം.
ഒരു അപേക്ഷയുടെയും പിന്നാലെ കർത്താവെ കരുണയുണ്ടാകണമേ എന്ന് സഭയ്ക്ക് പ്രതിവാക്യമായി പറയാം. കർത്താവെ കരുണയുണ്ടാകണമേ. മേലിൽ നിന്നുള്ള സമാധാനത്തിന് വേണ്ടിയും നമ്മുടെ ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടിയും നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. ലോകസമാധാനത്തിന് വേണ്ടിയും ദൈവത്തിൻ്റെ വിശുദ്ധ സഭയുടെ ക്ഷേമത്തിന് വേണ്ടിയും സകല മനുഷ്യരുടെ ഐക്യത്തിന് വേണ്ടിയും നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. സഭാമരുദ്യക്ഷന്മാർക്ക് വേണ്ടിയും എല്ലാ ശുശ്രൂഷകർക്ക് വേണ്ടിയും വിശേഷാൽ നമ്മുടെ മോഡറേറ്റർക്ക് വേണ്ടിയും ഉത്തരേന്ത്യാ സഭയുടെ മോഡറേറ്റർക്ക് വേണ്ടിയും മർത്തോമാ സഭയുടെ മെത്രാപ്പോലിത്തയ്ക്ക് വേണ്ടിയും നമ്മുടെ ബിഷപ്പിന് വേണ്ടിയും അവർ ശുദ്ധ ഹൃദയത്തോടും നല്ല മനസാക്ഷിയോടും കൂടെ തങ്ങളുടെ ശുശ്രൂഷയെ നിവർത്തിക്കേണ്ടതിനും നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. നമ്മുടെ രാജ്യത്തെ എല്ലാ ഭരണകർത്താക്കൾക്ക് വേണ്ടിയും അധികാരത്തിലുള്ള മറ്റെല്ലാവർക്കു വേണ്ടിയും നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. അഗതികൾക്കും വിശന്നിരിക്കുന്നവർക്കും അനാഥർക്കും വിധവമാർക്കും പീഡ അനുഭവിക്കുന്നവർക്കും വേണ്ടി നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. അന്ധകാരത്ത് നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നമ്മെ വിളിച്ചവൻ്റെ സദ്ഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം നമുക്ക് വേണ്ടിയും ക്രിസ്തുവിൻ്റെ നാമം ഏറ്റുപറയുന്ന ഏവർക്കു വേണ്ടിയും നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. ഈ ഭൂമിയിൽ ദൈവത്തെ സേവിച്ച് ഇപ്പോൾ വിശ്രമിക്കുന്ന എല്ലാ ദൈവഭൃത്യരോടും കൂടെ തൻ്റെ അന്തമില്ലാത്ത സന്തോഷത്തിൻ്റെ പൂർണ്ണതയിലേക്ക് പ്രവേശിക്കുന്നതിനായി നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ കർത്താവേ, നിൻ്റെ ആത്മാവ് ശരീരമാകുന്ന സഭയെ മുഴുവനും പരിശുദ്ധീകരിക്കുന്നുവല്ലോ. നിൻ്റെ വിശുദ്ധ സഭയിലെ എല്ലാ വിധത്തിലുമുള്ള ജനങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ കഴിക്കുന്ന അപേക്ഷകളെയും പ്രാർത്ഥനകളെയും കൈക്കൊള്ളണമേ. അതിലുള്ള ഓരോരുത്തരും അവനവൻ്റെ വിളിയിലും ശുശ്രൂഷയിലും നിന്നെ സത്യത്തോടും ഭക്തിയോടും സേവിക്കേണ്ടതിന് ഞങ്ങളുടെ കർത്താവ് രക്ഷിതാവായ യേശു ക്രിസ്തു മൂലം കൃപ അരുളണമേ. ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും നിങ്ങളോട് കൂടെ ഇന്നും എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കുമാറാട്ടെ. ആമേൻ. അപ്പോൾ നമുക്ക് ശുശ്രൂഷയ്ക്കായി നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരവുമാകുന്നു. അപ്പം ഒന്നാകൊണ്ട് പലരായി നാം ഒരു ശരീരമാകുന്നു. നാം എല്ലാവരും ആ ഒരേ അപ്പത്തിൽ അംശികൾ ആകുന്നുവല്ലോ. ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളോട് കൂടെ ഇരിക്കുമാറാട്ടെ. നമ്മുടെ ദാനങ്ങളെ ദിവസത്തിൽ സമർപ്പിക്കുമ്പോൾ 166 ഗീതം പാടാം. ഗീതം 166. ഗുണസമ്പൂർണ്ണ മന്നൻ സ്തുതിക്കപ്പെടണം എന്നെത്തിയ
നമുക്ക് ഈ ദാനങ്ങളെ ദിവസത്തിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. നിന്റെ പ്രിയപുത്രൻ്റെ രക്തത്താൽ നിന്റെ കൃപാസനത്തിലേക്കുള്ള പുതുവഴിയെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന പരിശുദ്ധ പിതാവേ, അവൻ മുഖാന്തരം അയോഗ്യരായ ഞങ്ങൾ നിങ്ങളിലേക്ക് അടുത്തു വരുന്നു. സ്വർഗത്തിലും ഭൂമിയിലുമുള്ളതെല്ലാം നിനക്കുള്ളതല്ലോ. നിന്റെ കയ്യിൽ നിന്ന് വാങ്ങി ഞങ്ങൾ നിനക്ക് തരുന്നതേയുള്ളൂ. ഞങ്ങളെയും ഞങ്ങളുടെ ഈ ദാനങ്ങളെയും നീ കൈക്കൊണ്ട് നിന്റെ മഹത്വത്തിനായി ഉപയോഗിക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ആമേൻ. നമുക്കെല്ലാവർക്കും ഇരിക്കാം. നമുക്ക് ചേർന്ന് ചൊല്ലാം. യേശുവേ ശ്രേഷ്ഠ മഹാപുരോഹിതനായുള്ളവേ, നിന്റെ ശിഷ്യന്മാരുടെ നീ സന്നിഹിതനായിരുന്നത് പോലെ ഞങ്ങളുടെ മധ്യത്തിലും വന്ന് അപ്പം നിൽക്കുന്നതിൽ നിന്നെ തന്നെ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമെന്ന് പിതാവിനോട് പരിശുദ്ധാർത്ഥന കൂടെ ഏതുമായി കാലാവസാനം കൂടാതെ ജീവിച്ചു വാഴുന്ന നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. കർത്താവ് നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. നിങ്ങളുടെ ഹൃദയങ്ങളെ ഉയർത്തുവിൻ. നമ്മുടെ ദൈവമായ കർത്താവിനെ നമുക്ക് സ്തോത്രം ചെയ്യാം. പരിശുദ്ധ കർത്താവേ, സർവശക്തനായ പിതാവേ, നിത്യ ദൈവമേ, ഞങ്ങളെല്ലാ കാലങ്ങളിലും എല്ലാ സ്ഥലങ്ങളിലും നിനക്ക് സ്തോത്രം ചെയ്യുന്നത് ഏറ്റവും യുക്തവും ന്യായവും ഞങ്ങൾ ചെയ്യേണ്ടുന്ന മുറയുമാകുന്നു. നിന്റെ പുത്രൻ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലമായിട്ട് തന്നെ അവൻ മുഖാന്തരം നീ ആകാശത്തെയും ഭൂമിയെയും അവരുടെ സകലത്തെയും ഉണ്ടാക്കി മനുഷ്യൻ്റെ നിന്റെ സ്വന്തം സാദൃശ്യത്തിൽ നിർമ്മിക്കുകയും ചെയ്തു. അവൻ പാപത്തിൽ വീണപ്പോൾ പുതിയ സൃഷ്ടിയുടെ ആദ്യഫലമാകേണ്ടതിന് അവനെ വീണ്ടെടുക്കുകയും ചെയ്തു. അതുകൊണ്ട് ദേവദൂതന്മാരോടും പ്രധാന ദേവദൂതന്മാരോടും സ്വർഗത്തിലെ സകലസംഘത്തോടും കൂടെ ഞങ്ങളെപ്പോഴും നിന്നെ സ്തുതിച്ചും സേനദൈവമായ കർത്താവ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, ആകാശവും ഭൂമിയും നിന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. മഹോന്നതനായ കർത്താവ് നിനക്ക് മഹത്വം എന്ന് ചൊല്ലിയും നിന്റെ മഹത്വമുള്ള നാമത്തെ പുകഴ്ത്തി മഹത്വപ്പെടുത്തുന്നു. ആമേൻ. കർത്താവിൻ്റെ നാമത്തിൽ വന്നവനും വരുവാനിരിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഉന്നതങ്ങളെ സ്തുതി. സ്വർഗസ്ഥ പിതാവേ, നീ സത്യമായി പരിശുദ്ധനാകുന്നു. നീ സത്യമായി വാഴ്ത്തപ്പെട്ടവനാകുന്നു. മനുഷ്യവർഗത്തോടുള്ള നിന്റെ ആർദ്ര സ്നേഹം കൊണ്ട് നിന്റെ ഏകപുത്രനായ യേശുക്രിസ്തുവിനെ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവത്തെ എടുപ്പാനും ഞങ്ങളുടെ വീണ്ടെടുപ്പിനായി ക്രൂശിൽ മേൽ മരണം അനുഭവിപ്പാനും തന്നുവല്ലോ. അവൻ ഒരിക്കലായി തന്നെ ഏക വഴിപാടായി അർപ്പിച്ചതിനാൽ സർവ്വലോകത്തിൻ്റെ ഈ പാപങ്ങൾക്കായിട്ട് തികവായി പൂർണ്ണമായി മതിയാകുന്ന യാഗവും വഴിപാടും പ്രതിശാദിയും തികയ്ക്കുകയും താൻ വീണ്ടും വരുവോളം തൻ്റെ വിലയേറിയ മരണത്തെക്കുറിച്ച് ഇടപെടാതെ ഓർമ്മയെ നിയമിക്കുകയും അതിനെപ്പോഴും ആചരിക്കണമെന്ന് തൻ്റെ വിശുദ്ധ സുവിശേഷത്തിൽ ഞങ്ങളോട് കൽപ്പിക്കുകയും ചെയ്തുവല്ലോ. അവൻ താൻ ഒറ്റിക്കൊടുക്കപ്പെട്ട ആ രാത്രിയിൽ തന്നെ അപ്പം എടുത്തു, സ്തോത്രം ചൊല്ലി അതിനെ നുറുക്കി തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തു പറഞ്ഞു, വാങ്ങി ഭക്ഷിപ്പിൻ, ഇത് നിങ്ങൾക്ക് വേണ്ടി നൽകപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിൻ. അത്താഴം കഴിഞ്ഞതിന് ശേഷം അപ്രകാരം തന്നെ അവൻ പാനപാത്രമെടുത്തു, സ്തോത്രം ചൊല്ലി അവർക്ക് കൊടുത്തു പറഞ്ഞു, നിങ്ങൾ എല്ലാവരും ഇതിൽ നിന്ന് കുടിപ്പിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായിട്ട് ചുരിയപ്പെടുന്ന പുതിയ നിയമത്തിലുള്ള എൻ്റെ രക്തമാകുന്നു. ഇതിനെ നിങ്ങൾ കുടിക്കുമ്പോഴൊക്കെയും എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. ആമേൻ. കർത്താവേ, നിൻ്റെ മരണത്തെ ഞങ്ങൾ കൊണ്ടാടുന്നു, നിൻ്റെ വരവിനെ ഞങ്ങൾ അതുകൊണ്ട് പിതാവേ, ഞങ്ങൾ കർത്താവായ നിന്റെ പുത്രൻ്റെ വിലയേറിയ മരണത്തെയും കഷ്ടപ്പാടിനെയും അവൻ്റെ മഹത്വമുള്ള പുനരുദ്ധാനത്തെയും സ്വർഗാരണത്തെയും ഓർത്തുകൊണ്ടും അവന് നീ ഞങ്ങൾക്കായി സമ്പാദിച്ച പൂർണ്ണ വീണ്ടെടുപ്പിനായി ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്തുകൊണ്ടും അവൻ കൽപ്പിച്ച പ്രകാരം അവന് വരുവോളം അവൻ്റെ ഓർമ്മയ്ക്കായി നിന്റെ ദാസരായ ഞങ്ങൾ ഇതിനെ ചെയ്യുന്നു. കരുണയുള്ള പിതാവേ, ഞങ്ങളെയും നിന്റെ ദാനങ്ങളായ അപ്പത്തെയും വീഞ്ഞിനെയും നിന്റെ പരിശുദ്ധാത്മാവിനാൽ ശുദ്ധീകരിച്ച് ഞങ്ങൾ മുറിക്കുന്ന ഈ അപ്പം ക്രിസ്തുവിൻ്റെ ശരീരത്തിന് കൂട്ടായ്മയും ഞങ്ങൾ വാഴ്ത്തുന്ന ഈ പാനപാത്രം ക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ കൂട്ടായ്മയും ആകേണ്ടതിന് കൃപ നൽകണമെന്ന് ഞങ്ങൾ താഴ്മയോടെ അപേക്ഷിക്കുന്നു. അങ്ങനെ അവരിൽ യോജിക്കപ്പെട്ട് ഞങ്ങളെല്ലാവരും വിശ്വാസത്തിൻ്റെ ഐക്യം പ്രാപിച്ച് നിന്റെ കർത്താവ് എന്ന മശിയ എന്ന തലയാങ്ങുന്ന അവങ്കലേക്ക് സകലത്തിലും വളരേണ്ടതിന് കൃപ നൽകണമേ. അവൻ മൂലമായും അവനോട് കൂടെയും പരിശുദ്ധാത്മാവിൻ്റെ ഐക്യത്തിൽ സർവശക്തനായ പിതാവേ, നിനക്ക് സകല ബഹുമാനമഹത്വവും കാലാവസാനം കൂടാതെ ഉണ്ടായിരിക്കട്ടെ. ആമേൻ. നമ്മുടെ രക്ഷിതാവായ ക്രിസ്തു ആജ്ഞാപിക്കുകയും പഠിപ്പിക്കുകയും ചെയ്ത പ്രകാരം നാം ധൈര്യത്തോടെ പ്രാർത്ഥിച്ചൊല്ലുന്നു. സർവ്വസ്വനായ ഞങ്ങളുടെ പിതാവേ, എൻ്റെ നാമം വിസ്തരിക്കപ്പെടണമേ,
നിന്റെ രാജ്യം വരണമേ. ആമേൻ. നമ്മെ തന്നെ ഒരിക്കൽ കൂടി കർത്താവിൻ്റെ സന്നിധിയിൽ വിനയപ്പെടുത്താം. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ശരീരത്തെയും ആത്മാവിനെയും ജീവനും വിശുദ്ധിയുമുള്ള യാഗമായിട്ട് ദൈവത്തിന് സമർപ്പിക്കുന്ന, ദൈവത്തെ യഥാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന, ദൈവത്തോട് അടുത്തിരിക്കുന്ന, ദൈവത്തിൻ്റെ വാക്കുകൾ അനുസരിക്കുന്ന ആത്മീയത, ആരാധന പലപ്പോഴും നമ്മളിൽ നിന്നും ഇല്ലാതെയായിപ്പോയ നമ്മുടെ കുറവുകളെ, പോരായ്മകളെ നമുക്ക് ഈ സമയത്ത് ദിവസത്തിൽ ഓർക്കാം. പൂർണ്ണമായിട്ട് നമ്മെ തന്നെ വിനയപ്പെടുത്തിക്കൊണ്ട് തുറന്നു വരുന്ന വിനയ പ്രാർത്ഥനയിൽ നമുക്ക് പങ്കുചേരാം. കരുണയുള്ള കർത്താവേ, ഞങ്ങൾ നിന്റെ പലവിധമായുള്ള ലേഖനങ്ങളില്ലാതെ നാം നുറുക്കുന്ന ഈ അപ്പം ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ കൂട്ടായ്മ അല്ലയോ? ജീവനപ്പമായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ തിരുശരീരം സത്യമൊന്നിലുള്ള നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ തിരുരക്തം കർത്താവിൻ്റെ തിരുമേശ ഒരുക്കപ്പെട്ടിരിക്കുന്നു. പ്രാർത്ഥനയോടുകൂടി ഈ ഒരു തിരുവത്താഴത്തിൽ പങ്കുചേരാം.
ഇപ്പോൾ ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ രക്തത്തിൻ്റെ സാക്രമന്ത് വിശ്വാസാൽ കൈക്കൊണ്ട് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഒന്നാമത്തെ സ്തോത്ര പ്രാർത്ഥനയിൽ നമുക്ക് പങ്കുചേരാം. സർവശക്തനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, നിന്റെ വാത്സല്യപുത്രൻ്റെ കർത്താവുമായ യേശുമിശിഹായിൽ ഞങ്ങൾ നിന്റെ മക്കളായി നീ സ്വീകരിച്ചിരിക്കുന്നല്ലോ. അവൻ്റെ മഹാബലിയേറിയ ശരീരത്വമാകുന്ന ആത്മീയാരം കൊണ്ട് നീ ഞങ്ങളെ പോഷിപ്പിച്ച് ഞങ്ങൾക്ക് പാപമോചനം നിത്യജീവനെക്കുറിച്ചുള്ള വാഗ്ദാനം നൽകിയിരിക്കുന്നു. നിന്റെ ഞാൻ ശരീരങ്ങളെ ആത്മാക്കളെയും ജീവൻവിശുദ്ധങ്ങളെ ആക്കമായി നിനക്ക് സമർപ്പിക്കുന്നു. അതാകുന്നല്ലോ ഞാൻ ഏറ്റവും ഉചിതമായ ആരാധന. ഞങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകാതെ നല്ലതും പൂർണ്ണവുമായ ദൈവം ഇതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സുബുദ്ധിക്ക് രൂപാന്തരപ്പെടേണ്ടതിന് സഹായിക്കണമേ. അങ്ങനെ ഞങ്ങൾ ഭൂമിയിൽ നിന്നനുസരിച്ച് ഒടുവിൽ നിന്റെ സ്വർഗരാജ്യത്തിൽ നിന്റെ സകല വിശുദ്ധന്മാരോടുകൂടെ സന്തോഷിക്കേണ്ടതിന് കൃപ അരുളയണമെന്ന് നിന്നോട് അപേക്ഷിക്കുന്നു. അവൻ നിന്നോടും പരിശുദ്ധാത്മാവിനും കൂടെ എന്നേക്കും ഏകദൈവമായി ജീവിച്ചു വാഴുന്നുവല്ലോ. ആമേൻ. ആമേൻ. നമ്മുടെ ദൈവത്തിന് എന്നേക്കും സ്തുതിയും മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാന ശക്തിയും ബലവും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. ഉടയലായ വിശ്വാസത്തോടു കൂടി നമുക്ക് കർത്താവിൻ്റെ ആശീർവാദം കൈക്കൊള്ളാം. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. സകല ബുദ്ധിയും കവിയുന്ന ദൈവസമാധാനം ദൈവത്തെയും അനുപുത്രൻ നമ്മുടെ കർത്താവുമായ യേശുക്രിസ്തുവിനെയും കുറിച്ചുള്ള അറിവിലും സ്നേഹത്തിലും നിങ്ങളുടെ ഹൃദയത്തെയും മനസ്സുകളെയും കാക്കട്ടെ. ഇങ്ങനെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായുള്ള സർവശക്തനായ ദൈവത്തിൻ്റെ അനുഗ്രഹവും നിങ്ങളുടെ ഇടയിലുണ്ടായി എല്ലായ്പ്പോഴും നിങ്ങളോട് കൂടെ ഇരിക്കുമാറാകട്ടെ. കർത്താവിൽ പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ SSLC +2 ഫുൾ A+ കൂടി പാസ്സായ കുട്ടികൾക്കുള്ള മെമൻറ്റോയും ക്യാഷ് പ്രൈസും, അത് സീനിയർ ഫ്രണ്ട്സ് നൽകുന്ന മെമൻറ്റോയും ക്യാഷ് പ്രൈസും ഈ സമയത്ത് നൽകുന്നതായിരിക്കും. ഹലോ, ജോബി ജോൺ മൺറോൾ, SSLC ഫുൾ A+. അയന അരുൺ +2 ഫുൾ A+. ആരാധനയുടെ അവസാനമായി 126 ഗീതത്തിൻ്റെ അവസാനത്തെ ചരണം പാടാം. ഗീതം 126.
കർത്താവ് നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. നാം സമാധാനത്തോടെ പോവുക. കർത്താവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.